ഹലോ എവ്രിവൺ. എന്നെ കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമെങ്കിൽ കറക്റ്റ് ഓഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പോ ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ ഓക്കെ. താങ്ക് യു. കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അഫ്സാന, മേഘ, താങ്ക് യു. അപ്പോ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണെന്ന്. മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് സെഷനാണ്. കഴിഞ്ഞ 2 സെഷനുകളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്കിതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടും നിങ്ങൾക്കും എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങളുടെ 1.5 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കാനില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇന്നലെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ, കോൺവെക്കേഷനോ എവിടെയെങ്കിലും ഓഡിറ്റോറിയത്തിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അന്ന് നേരിൽ കണ്ട് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടുമെന്ന് ആശംസിക്കാം. എന്തായാലും ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ദിവസം നമ്മൾ ഇന്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ദിവസം പറഞ്ഞത്. ടെൻഷൻ, ഫിയർ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എങ്ങനെ നമ്മൾ അപ്പിയർ ചെയ്യണം, എങ്ങനെ പോകണം, ഇന്റർവ്യൂ ബോർഡ് നമ്മളിൽ നിന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളെ തന്നെ അവർക്ക് പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മുടെ സ്മൈലിംഗ് ഫേസും കോൺഫിഡൻസും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇന്നലെ നമ്മൾ വളരെ ഡെപ്തിലേക്കാണ് പോയത്. അതായത് ഓരോ ഇപ്പൊ HRM അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ നിങ്ങളിൽ നിന്ന് ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നലെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കുറെ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്തതിൽ ഒരു 90% എനിക്ക് ഇന്നലെ പറയാൻ സാധിച്ചു. ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, പക്ഷെ നമ്മളത് ഫുൾ പറഞ്ഞില്ല. ഇന്നിപ്പത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മോക്ക് ഇന്റർവ്യൂ ടൈപ്പ് കാര്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, 1-2 പേര്, എനിക്കറിയാം പലർക്കും കണക്ഷന്റെ ഇഷ്യൂസ് ഉണ്ടാവും, പലരും വൈഫൈ ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളവരും അതിനോട് സഹകരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് സാധാരണ ഇന്റർവ്യൂസിൽ ചോദിക്കുന്ന, സാധാരണ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ നമ്മൾ പോയിരിക്കുമ്പോൾ, ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ചില കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസം പറയുകയുണ്ടായി, നമ്മൾ PSC പരീക്ഷയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഒരു 4-5 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച്, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു ചോദ്യമില്ലാത്ത പരീക്ഷ കടന്നു പോകില്ല എന്ന് പറഞ്ഞതുപോലെ, ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ നിങ്ങൾ പോയിരിക്കുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങളോട് ചോദിക്കപ്പെടാവുന്ന കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഒരുപാട് ആമുഖത്തിലേക്ക് കടക്കുന്നില്ല. സാധാരണയായി ഞാനും പലരോടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ്, ക്യാൻ യു ടെൽ മീ വാട്ട് അട്രാക്റ്റഡ് യു ടു ദിസ് പൊസിഷൻ? അതായത് ഈ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾ HRI വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ എന്ത് കാര്യമാണ് നിങ്ങളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത് എന്നുള്ളത്. അത് പലരും കൈയടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലരോടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ഇതിപ്പോ ഇത്ര വലിയ ചോദ്യമാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കലെങ്കിലും ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് ആ സമയത്ത് ഇതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലരും ഇതുപോലുള്ള സിമ്പിൾ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് പാളിപ്പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു IAS ഇന്റർവ്യൂവിന്, ഒരു സിവിൽ സർവീസ് ഫൈനൽ ഇന്റർവ്യൂവിന് ചോദിച്ച ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് അവരിയ്ക്കുന്ന റൂമിന് പുറത്ത് നോക്കുമ്പോൾ ഒരു മല കാണാം. ആ മലയിൽ എത്ര കൊട്ട മണ്ണുണ്ട് എന്ന് ചോദിച്ചു. കൊട്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെയൊക്കെ ഇവിടെ ഈ മണ്ണൊക്കെ വാരിയെടുക്കുന്ന ആ ഒരു ചൂരൽ കൊട്ട എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ഈ കൊട്ട എത്ര കൊട്ട മണ്ണുണ്ടാവുമെന്ന് ഒരു കാൻഡിഡേറ്റിനോട്, നിങ്ങൾ വളരെ പഴക്കമുള്ള ഒരു സാധനമാണ്, പലരും നിങ്ങൾക്ക് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ ആ കാൻഡിഡേറ്റിനോട് ചോദിച്ചു, സുഹൃത്തെ, ആ കാണുന്ന മലയിൽ എത്ര കൊട്ട മണ്ണുണ്ടാവും, അല്ലെങ്കിൽ എത്ര JCBയുടെ ബക്കറ്റ് കൊണ്ട് വരാനുള്ള മണ്ണുണ്ടാവും എന്ന് നമുക്ക് ആധുനിക കാലത്ത് ചോദിക്കാം. ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ വിദ്യാർത്ഥി പറഞ്ഞു, കാരണം അതിൽ എന്ത് പറഞ്ഞാലും തെറ്റും. 2 കൊട്ട, 3 കൊട്ട, 10 കൊട്ട എന്നൊക്കെ പറഞ്ഞാൽ തെറ്റും. പുള്ളി സിമ്പിൾ ആയിട്ടൊരു ഉത്തരം പറഞ്ഞു, അത് ഒരു കൊട്ട മണ്ണേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കൊട്ടയിൽ നിറയ്ക്കാവുന്ന മണ്ണേ ആ മലയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, അത്രയും വലിയൊരു കൊട്ട നമുക്ക് ഉണ്ടാക്കിയാൽ പോരെ. അത്രയും വലിയൊരു കൊട്ട ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മല കൊട്ടയിൽ ഇറക്കി വെക്കാമെങ്കിൽ ഒരു കൊട്ട മണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്ന ഒരു മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അദ്ദേഹം ഇപ്പോ സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ആയ ശേഷം ഇപ്പോൾ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചില കമന്റുകളൊക്കെ വളരെ വിവാദമായ ഒരു സമയത്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കടന്നുപോയത്. ആ സമയത്തൊക്കെ അൽഫോൺസ് കണ്ണന്താനം ഇങ്ങനെ എയറിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പത്രങ്ങളിൽ കാണുന്നുണ്ടായി. അൽഫോൺസ് കണ്ണന്താനം ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ, ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ അദ്ദേഹം പോയിരുന്നപ്പോൾ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് അദ്ദേഹത്തിന് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ പേര് അൽഫോൺസ് കണ്ണന്താനം എന്താണ്? അൽഫോൺസ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഓഫ് മാംഗോ ഉണ്ട്. അതായത് ഒരു മാമ്പഴ ഇനമാണ് അൽഫോൺസ മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് അൽഫോൺസ മാമ്പഴം എന്ന് പറയുന്ന ഒരു മാമ്പഴം അദ്ദേഹത്തിന്റെ പേരിൽ, അൽഫോൺസ മാംഗോ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ വിളവെടുക്കുന്ന മാമ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ പഴച്ചാറുള്ള അല്ലെങ്കിൽ ജ്യൂസി കണ്ടന്റ് ഉള്ള ഒരു മാങ്ങയാണ് അൽഫോൺസോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടാങ് പോലുള്ള അല്ലെങ്കിൽ ഫ്രൂട്ടി പോലുള്ള ഡ്രിങ്കുകളുടെ ലേബിൾ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും മെയ്ഡ് ഫ്രം അൽഫോൺസോ മാംഗോ എന്നുള്ളത്. അപ്പൊ ആ മാംഗോ ഭയങ്കര ശ്രേഷ്ഠമായ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ അൽഫോൺസോ മാമ്പഴങ്ങൾ വിരിയുന്നത്, ഉണ്ടാകുന്നത്. ഈ ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സീസണാണ്. അപ്പോ നല്ല വിലയുള്ള ഒരു മാങ്ങയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് അൽഫോൺസോ മാംഗോ എന്നാണ് അൽഫോൺസ് കണ്ണന്താനം എന്നുള്ള പേരായതുകൊണ്ട് അൽഫോൺസ് എന്ന് പറയുന്ന ഒരു മാമ്പഴം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതേപറ്റി അദ്ദേഹം പഠിച്ചുകൊണ്ട് പോയത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി ക്രോപ്പാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ഇന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന മാമ്പഴമാണ്. ഇത് ഇന്ന സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത്, ഇന്ത്യൻ ആളുകളാണ് അതിൽ അംഗീകരിക്കുന്നത് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് 3-4 മിനിറ്റ് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പിടിച്ചേക്ക് അദ്ദേഹത്തിന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിവിൽ സർവീസ് പരീക്ഷ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റിയത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ പേരിന് അങ്ങനെ അത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ടല്ല, ഞാൻ ഓർത്തപ്പോ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ എന്റെ പേര് തന്നെ ഷാരോൺ എന്ന് പറയുന്ന പേര്, ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ എന്നോട് ചോദിക്കും എന്താണ് ഷാരോൺ എന്ന് പറയുന്നത്. ഷാരോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലിലുള്ള ഒരു താഴ്വാരത്തിന്റെ പേരാണ് ഷാരോൺ എന്ന് പറയുന്നത്. ദ റോസ് ഓഫ് ഷാരോൺ എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. റോസ് ഓഫ് ഷാരോൺ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ അല്ല, റോസ് ഓഫ് ഷാരോൺ എന്നാണ് ആ പൂവിന്റെ പേര്. ഒരു ബിബ്ലിക്കൽ നെയിമാണ്. പിന്നെ ഷാരോൺ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് നടിയുണ്ട്. പിന്നെ ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഷാരോൺ എന്ന പേരുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു കൗതുകത്തിന് പുറത്തൊരു പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇപ്പോ ഇതിൻ്റെ അകത്ത് ഇപ്പൊ പേരുകൾ നോക്കുമ്പോൾ ഒത്തിരി പേരുകളുണ്ട്, എല്ലാം നല്ല നല്ല പേരുകളാണ്. അപ്പൊ ഈ പേരുകളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേരിട്ടത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് അയ്യോ അപ്പന്റെ അമ്മയെ വിളിച്ച് ചോദിക്കേണ്ടി വരില്ല, എന്തിനായിരിക്കും ഞാൻ ജനിച്ചപ്പോ എനിക്കിങ്ങനെ പേരിട്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടന്റെ പേര് മെയ്ജു എന്നാണ്. മെയ്ജു, അതായത് MAIJU എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ സ്പെല്ലിങ്. അപ്പൊ ഇദ്ദേഹം ഞങ്ങളുടെ ഓഫീസിൽ വന്ന സമയത്ത് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താണ് ചേട്ടന് മെയ്ജു എന്ന് പേരിട്ടതെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ മെയ് 31 രാത്രി ആണ് ജനിച്ചത്. അതായത് മെയ്യുടെ കൊഴിഞ്ഞുപോക്കും ജൂണിന്റെ കടന്നുവരവുള്ള ഒരു രാത്രിയാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ അച്ഛനും എനിക്ക് മെയ്ജു എന്ന് പേരിട്ടതെന്ന് പറഞ്ഞു. അപ്പൊ മെയ്ജു എന്ന് പറയുന്ന ചേട്ടനെ നമ്മൾ സ്ഥിരം കാണുമ്പോൾ മെയ് മാസത്തിന്റെ ലാസ്റ്റ് ദിവസം ജൂണിന്റെ തുടക്കത്തിൽ ഞാൻ ജനിച്ച ഒരു ആളാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇല്ല അത് അട്രാക്റ്റഡ് ഫ്രം ദ കമ്പനി പറഞ്ഞു കഴിഞ്ഞു എന്ന് കാര്യം വെച്ചിട്ടുണ്ടില്ല. ഞാനത് സാന്ദർഭികമായിട്ട് ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ചില കൗതുകത്തിന്റെ പുറത്ത് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതിലേക്ക് വരുന്നുണ്ട്. അടുത്ത നമ്മുടെ മെയിൻ ഡിസ്കഷൻ അതാണ്. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പേരിൽ നിന്ന് തന്നെ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സ്ഥലം, ഇപ്പോ പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് വിചാരിച്ചു. പ്ലാച്ചിമട എന്ന് പറയുന്നത് കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം നടന്ന, പെപ്സിക്കോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിനെതിരെ, കൊക്കക്കോള നിർമ്മിക്കുന്ന, പെപ്സി നിർമ്മിക്കുന്ന, മിറിൻഡ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്കെതിരെ ഭൂഗർഭ ജലം ഊറ്റുന്നതിനെതിരെ സമരം നടന്ന ഒരു വലിയ സമര പാരമ്പര്യമുള്ള സ്ഥലമാണ് പ്ലാച്ചിമട. അത് പാലക്കാട് ജില്ലയിലെ ആവറട്ടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നതെന്ന് വിചാരിച്ചു. ഇടുക്കി ജില്ലയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ലൊക്കാലിറ്റിയുമായി നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായ, അല്ലെങ്കിൽ ഒരു നല്ല ബെസ്റ്റ് പ്രാക്ടീസ് ഉള്ള ചില ബെസ്റ്റ് പ്രാക്ടീസിന് ചില ക്യാമ്പസുകൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. ഇപ്പോ നന്നായി ഗ്രീൻ ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ പഠിച്ച കോതമംഗലം MA കോളേജ്, മാർത്തനേഷ്യസ് കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിക്കൽ ക്യാമ്പസ്. മ്യൂസിക്കൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അവർ ഗാർഡനിൽ മുഴുവൻ സ്പീക്കറുകൾ ഫിറ്റ് ചെയ്തിട്ട് ഈവനിങ്സിലും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഇന്റർവെൽ ടൈമിലും അതിലൂടെ പാട്ടുകൾ പ്ലേ ചെയ്യും.
അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മ്യൂസിക്കൽ ക്യാമ്പസ് എന്ന് പറയുന്നത് കോതമംഗലം മാർഗരേറ്റ്സ് കോളേജാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ അക്കാഡമിക്സിൽ നിൽക്കുന്ന ആളുകൾ ഇവർ തമ്മിൽ ഇന്റർകണക്ഷൻ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ച സ്ഥാപനം, നിങ്ങൾ വരുന്ന ലൊക്കാലിറ്റി, നിങ്ങളുടെ പഞ്ചായത്ത്, താലൂക്ക്, നിങ്ങളുടെ ജില്ല, ഇനി പുറത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ, പിന്നെ നിങ്ങളുടെ പേര്, വീട്ടുപേരെ പറ്റിയൊന്നും ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടില്ല. നിങ്ങളുടെ പേരിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരമായിരിക്കരുത് നമ്മൾ അതേപ്പറ്റി ചിന്തിക്കേണ്ടത്. അത് ഓൾറെഡി പഠിച്ച ശേഷം അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിറച്ച ശേഷം ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുകയാണ്. അത് ഇതിനിടയ്ക്ക് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ ആശുപത്രിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു HR പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കാരണം? ഇതിന് എന്തായിരിക്കും സാധാരണ നമ്മൾ മറുപടി കൊടുക്കുക? എന്തെങ്കിലും ഒരു കമന്റ്, ഒന്നുകിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ അത് ബുദ്ധിമുട്ടാവുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുവോ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വരികയാണ്. എന്താണ് നിങ്ങളെ ഈ പൊസിഷനിലേക്ക് അട്രാക്ട് ചെയ്തത്? ഓഫ് കോഴ്സ് സാലറി തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ ആണ്. പക്ഷെ നമുക്ക് തുറന്നടിച്ച പോലെ ഞാൻ ഇത്രയും സാലറി കണ്ടുകൊണ്ടാണ് ഞാൻ സാർ അപ്ലൈ ചെയ്തതെന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു ലീഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങളുടെ ഒരു ആർഗ്യുമെന്റിനെ ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് ഡിബേറ്റ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡായിരിക്കണം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. അതായത് ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാനിപ്പോ ഒരു HR മേഖലയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഞാൻ ഇന്ന കോഴ്സ് ഇപ്പൊ കഴിഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ അതൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാവണമെന്നുണ്ട്. അതൊരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, മറ്റ് ബ്ലാക്ക് റിമാർക്സ് ഒന്നും ആരും പറയാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല മൈ സ്കിൽസ് അത് കറക്റ്റായി പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെന്ന് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നു. ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്ന സമയത്ത്, നിങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിക്കുന്ന സമയത്ത്, ഈ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ കസ്റ്റമേഴ്സുമായി ഞാൻ സംസാരിച്ച സമയത്തൊക്കെ എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത് എന്നുള്ള, എന്ത് പറഞ്ഞാലും ഒരു പോസിറ്റീവ് ലീഡിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് വേറെ ഇപ്പൊ നമ്മുടെ മനസ്സിലെ, നമ്മൾ പ്രത്യേകിച്ച് ഈ മലയാളി എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് എന്തും എതിർക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. അത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കുട്ടികൾ, ഈ ജെൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് പറയുന്ന കുട്ടികൾക്ക് എന്തിനേയും ഇതിനെ എതിർക്കാനുള്ള, അത് ഒരു നല്ല സ്വഭാവമാണ്. അതായത് നമ്മൾ ആരുടെ അടിമകളല്ല, നമ്മൾ ആരോടും വിധേയത്വം ഒരു പരിധി വിട്ട് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് എതിർക്കേണ്ട കാര്യങ്ങൾ, എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ എതിർക്കുക തന്നെ വേണം. പക്ഷേ ഞാനത് പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകും. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 +2 പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ കോവിഡിന് ശേഷം ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നുണ്ട്, കുട്ടികൾ നിങ്ങൾ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോക്കോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അത് എനിക്കും പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കരുത്. അതായത് ഇപ്പൊ നമുക്കിപ്പോ വേണ്ടത് ഒരു ജോലിയാണ്, നമുക്ക് ഒരു സ്ഥിര വരുമാനമാണ് വേണ്ടത്. നമ്മുടെ യു ഹാവ് ടു മേക്ക് ദ ടു എൻഡ്സ് മീറ്റ്, രണ്ടറ്റവും മുട്ടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പോ വെറുപ്പിക്കാതെ, നമ്മുടെ ഉള്ളില് എങ്ങനെയാണ് വെറുപ്പിക്കാതെ ബാക്കിയുള്ള മറുപടി പറയണേന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്മാർട്ട്ശ്രീ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ പഠിക്കാൻ തെരഞ്ഞെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബൈ വേർഡ് ഓഫ് മൗത്ത് നിങ്ങൾ ഇതിനെപ്പറ്റി ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് നോട്ട് ഇട്ട്, ഒരു പോസിറ്റീവ് ലീഡ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമാണ്, നമ്മൾ അതിന് ഒരു സാധാരണ അതിന്റെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ, യു ഹാവ് ടു ക്രാഫ്റ്റ് ആൻ എലവേറ്റർ പിച്ച് എന്ന് പറയും. എലവേറ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പറയുന്ന ലിഫ്റ്റ്, അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഒരു നിലയിൽ നിന്ന് മറ്റു നിലയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് എലവേറ്റർ എന്നാണ്. അപ്പൊ എലവേറ്റർ എങ്ങനെയാണോ പിച്ച് കീപ്പ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മോളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും, നമ്മൾ അതിൽ നിന്ന് നമ്മൾ ബോർഡ് ചെയ്യുന്ന ഒരു എലിവേറ്റർ എങ്ങനെയാണ് ഓരോ നിലകളിലേക്കും നമ്മളെ ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, അതിന്റെ പിച്ച് ഇൻക്രീസ് ചെയ്യുന്നതോറും നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡും കൂടുന്നത്. അതേപോലെ യു ഹാവ് ടു കീപ് ആൻ എലിവേറ്റർ പിച്ച് ഇൻ ഓൾ ഓഫ് ദ ഇന്റർവ്യൂസ് യു ഹാവ് ടു അറ്റൻഡ് ഓർ യു ആർ അറ്റൻഡിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ നമുക്കൊരു മാക്സിമം 10 മിനിറ്റൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടാവുക. അപ്പൊ ഈ 10 മിനിറ്റും നമ്മളെ അവർ എൻഗേജ് ചെയ്യിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഈ
ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം മുതൽ അവസാനത്തെ ചോദ്യം വരെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തെക്കാൾ മനോഹരമായ രണ്ടാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യത്തെക്കാൾ മനോഹരമായ മൂന്നാമത്തെ ചോദ്യവും പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മറുപടിയിൽ നമ്മളുടെ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസിനെ നമ്മൾ ഒരു എലവേറ്റർ ഉയരുന്നത് പോലെ പിച്ച് ചെയ്യാൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ആ വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. യു ഹാവ് ടു ക്രാഫ്റ്റ് ആൻ എലവേറ്റർ പിച്ച് ഇൻ യുവർ ഇന്റർവ്യൂ. എലവേറ്റർ പിച്ച് കീപ്പ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ചോദ്യം ഇന്റർവ്യൂ ബോർഡ് നിങ്ങളോട് ചോദിക്കും. വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഇതിലിപ്പോ എന്താണ് ഇത്രയും കാര്യം? കാർത്തിക ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർത്തിക് ഒന്ന് ഏതൊക്കെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ചോദ്യം പല ഇന്റർവ്യൂ ബോർഡിലും നമ്മളോട് ചോദിക്കാറുണ്ട്. കാർത്തിക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഓക്കെ. അപ്പൊ ഇനി എന്നാ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേജ് ഞാൻ കുറെ മോട്ടിവേഷൻ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഐഡിയ അവസാനം പറയാം. ഞാൻ അടുത്ത കാലത്താണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അപ്പോ ഞാൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്നോട് പലരും, എന്റെ കൂട്ടുകാരും എന്നെ അറിയുന്ന പലരും എന്നോട് പറഞ്ഞു ആ റീല് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ര വലിയ എഫേർട്ട് എടുത്ത് ചെയ്തൊരു സാധനമല്ല. അതായത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, ഈ ചോദ്യം പലപ്പോഴും നിങ്ങൾ ഇന്റർവ്യൂവിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനെങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അപ്പൊ അത് ഈ എലവേറ്റർ പിച്ച് കൂട്ടുന്ന ഒരു ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒന്ന് പറയാമോ? സാധാരണ നിങ്ങളോട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലെങ്കിൽ സ്പീക്കർ ഓഡിയോ ഒക്കെ കുറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒത്തിരി പേരുണ്ട്, 48ഓളം പേരുണ്ട്. ആരെങ്കിലും ഒന്ന് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെയായിരിക്കും ഉത്തരം പറയും? കാർത്തിക തന്നെ ആയിക്കോട്ടെ. കാർത്തിക ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് കാർത്തിക കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? കാർത്തിക എന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിബഡി ക്യാൻ റെസ്പോണ്ട്. ആർക്കും സംസാരിക്കാം. ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ? ആരുമില്ലേ? ഇനി സംസാരിക്കാൻ മടിയാണെങ്കിൽ കമന്റ് ടൈപ്പ് ചെയ്തിട്ടാലും മതി. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ചോദ്യത്തിന് നമ്മൾ സാധാരണ എന്തായിരിക്കും മറുപടി കൊടുക്കുക? നമുക്കധികം സമയം കളയാനില്ല. ശരി, മടിയാണെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കാം. അതായത് വളരെ സിമ്പിൾ ആണ്. 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ടെൽ ദം അബൌട്ട് യുവർ പാസ്റ്റ്, ടെൽ ദം അബൌട്ട് യുവർ പ്രസന്റ് ആൻഡ് ടെൽ ദം അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇൻ യുവർ ഫ്യൂച്ചർ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഈ ചോദ്യത്തിന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷാരോൺ ഈ ചോദ്യം അനാവശ്യമായിട്ടൊരു ചോദ്യമാണ്. കാരണം ഇന്റർവ്യൂ ബോർഡിന് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്കാണ് ഇന്റർവ്യൂ. കാർത്തിക നെയിം ഇവിടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. ഐ ആം കമ്മിങ് ഫ്രം ഇന്ന സ്ഥലം, സ്റ്റഡിയിങ്, ഹോബീസ്, ഓക്കെ, ഇതൊക്കെ പറയാം. എല്ലാം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇത് എല്ലാ ഇന്റർവ്യൂസിനും ചോദിക്കുന്ന ഒരു, അതായത് ഇപ്പോൾ ഒരു 100 മാർക്കുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ ആദ്യത്തെ 10 മാർക്ക് നിങ്ങൾക്ക് വീഴാൻ പോകുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ചോദ്യമായിരിക്കും. അപ്പൊ അത് നിങ്ങളായിരിക്കുന്ന ഒരവസ്ഥയെ പറ്റി, നിങ്ങൾ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ഇപ്പോൾ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്, ഇനി ഞാൻ ഭാവിയിൽ ഈ ഓർഗനൈസേഷനുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ടെൽ ദം അബൌട്ട് യുവർ പാസ്റ്റ്, ടെൽ ദം അബൌട്ട് യുവർ പ്രസന്റ് ആൻഡ് ടെൽ ദം വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാൻ പറ്റുമെങ്കിൽ, ഒരു ടെൻഷനും ഇല്ലാതെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മുഖത്തെ കോൺഫിഡൻസിന് തീർച്ചയായിട്ടും 10ൽ 10 മാർക്ക് തന്നെ കിട്ടും. അപ്പോ അങ്ങനെ ആ ഒരു ഉത്തരത്തിന് നിങ്ങൾക്ക്, കാരണം ഈ ഒരു ചോദ്യം നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അതിന് 10ൽ 10 മാർക്ക് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. 10ൽ 10 മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് അവർ പേപ്പറിൽ ഇടുന്നു നമുക്കറിയില്ല, പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു, കാരണം ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അവരെന്ത് അടുത്ത ചോദ്യം ചോദിക്കും നമുക്കറിയില്ല. നമ്മുടെ റെസ്യൂമ് നോക്കി അല്ലെങ്കിൽ കരിക്കുലമേറ്റ് നോക്കിയിട്ട് അവരെന്ത് പറയുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഈ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പിടിച്ചുകൊണ്ട് പോകാനും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിലും വളരെ വ്യക്തമായിട്ട് ഒറ്റ തവണ പഠിച്ചാൽ മതി. ഒരു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സെറ്റിംഗിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഒരു 4ഓ 5ഓ സെന്റൻസിൽ ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, ഇന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ എവിടെയും വർക്ക് ചെയ്യുന്ന ഞാൻ കാര്യം പറയാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റിൽ ഐ എം സീക്കിങ് എ ജോബ്, ഐ ബിലീവ് ഇൻ മൈ പൊട്ടൻഷ്യൽസ് ആൻഡ് സോ ആൻഡ് സോ. അത് കഴിഞ്ഞിട്ട് ഐ ലൈക്ക് ടു join your institution in the post of another. I will be an obedient employee who will work or strive hard for the betterment of your organization. I want to display my management
സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ, ഞാൻ ആദ്യം പറഞ്ഞൊരു പോസിറ്റീവ് നോട്ടിൽ നമ്മൾ ഒരു 5-6 സെന്റൻസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരാൻ പറയും. ഇനി ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റെപ്പിൽ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന, നിർബന്ധമായും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് പറയാൻ പോകുന്നത്. വൈ ഡു യു വാണ്ട് ടു വർക്ക് ഇൻ ദിസ് ഹോസ്പിറ്റൽ? ഈ നാട്ടിൽ ഒത്തിരി ആശുപത്രികൾ ഇതിന് ചുറ്റുപാടുമുണ്ട്. ഈ ലൊക്കാലിറ്റി തന്നെ ഒരുപാട് ആശുപത്രികളുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാന്നല്ലാതെ ചോദിച്ചിരിക്കും. അത് എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുന്ന ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതൊരു കമ്പനി ആണെങ്കിൽ അവർ ചോദിക്കും. എന്റെ ഒരു കൂട്ടുകാരി, അവൾ ACCA കോഴ്സ് കഴിഞ്ഞതാണ്. ACCA കോഴ്സ് കഴിഞ്ഞിട്ട് ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു വലിയ മൾട്ടിനാഷണൽ ഭീമനുണ്ട്. ഏൺസ്റ്റ് ആൻഡ് യങ്, EY എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഓഡിറ്റ്, സർവേ, അതോടൊപ്പം തന്നെ അക്കൗണ്ടൻസി സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ് ഏൺസ്റ്റ് ആൻഡ് യങ്. ഏൺസ്റ്റ് ആൻഡ് യങ്ങിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഏൺസ്റ്റ് ആൻഡ് യങ്ങില് അവരുടെ ബാംഗ്ലൂർ ക്യാമ്പസിൽ അവൾക്ക് ഇന്റർവ്യൂവിന് കോള് വന്നു. അവളവിടെ ചെന്നു. അപ്പൊ അവൾക്ക് ജോലി കിട്ടി അവിടെ. പക്ഷെ അവള് പറയുന്നത്, ആ ഇന്റർവ്യൂവിൽ ഞാൻ ഒരിക്കലും തെറ്റിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമല്ല, വൈ ഡു യു വാണ്ട് ടു ജോയിൻ ഏൺസ്റ്റ് ആൻഡ് യങ് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം അവള് പറയാണ്, ആ ചോദ്യത്തിനുള്ളിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളത്. ഞാൻ പറയുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഞാൻ പറയുന്നത്, ഈ സാധനത്തെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ച് ടാക്കിൾ ചെയ്തുകൊണ്ടുള്ളൊരു മറുപടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി വേണം എല്ലാവരും ഇത് എടുക്കാൻ. ഒന്ന് പറയാമോ, വൈ ഡു യു വാണ്ട് ടു ജോയിൻ ദിസ് ഹോസ്പിറ്റൽ സ്പെസിഫിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് മറുപടി പറയും? ഈ ഹോസ്പിറ്റലിന്റെ പെയിന്റ് പുറത്തു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിന് മുന്നിൽ നല്ല ഗാർഡൻ ഉണ്ട്, ഇവിടെ നല്ല കഫറ്റീരിയ ഉണ്ട്, AC ആണ് കംപ്ലീറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ മതിയോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിടാവോ? ശരി, അങ്ങനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. എന്തായിരിക്കും നമ്മൾ പറയേണ്ടത്? നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ആ സ്ഥാപനത്തിന്റെ നട്ടല് എന്ന് വിളിക്കാവുന്ന, ഇറ്റ്സ് റെപ്യൂട്ടേഷൻ, നല്ലൊരു ഉത്തരമാണ്. പിന്നെ അത് സത്യറ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അമ്മിണി തോമസ് പറഞ്ഞിട്ടുണ്ട്, സർവീസ് ഈസ് ഗുഡ്, വളരെ റിയലി ഗുഡ്, അതൊരു വളരെ നല്ല ഉത്തരമാണ്. പിന്നെ ഫീഡ്ബാക്ക് നോക്കിയിട്ട്, ഫീഡ്ബാക്കിന്റെ കാര്യം നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയേണ്ട ഒരു കാര്യം ഫെസിലിറ്റീസ്, തീർച്ചയായിട്ടും ഫെസിലിറ്റീസ് നല്ല കാര്യമാണ്. ക്വാളിറ്റി ഓഫ് സർവീസ്, അതൊരു വളരെ വലിയ വാക്കാണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്നുള്ളത്. ഒത്തിരി ഉള്ള ഒരു ഇതാണ്. ലൊക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. സർവീസിനെ പറ്റി പറയാം. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയാം. യുവർ സെൽഫിൽ ഫാമിലിയെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ആ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഫാമിലിയേക്കാൾ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ യുവർ പാസ്റ്റ്, യുവർ പ്രസന്റ്, അതായത് കരിയർ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ അതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് ഫാമിലിയെ പറ്റി പറയാം. ഫാമിലിയെ പറ്റി പറയുന്നത് യാതൊരു തെറ്റുമില്ല. പറഞ്ഞത് കരുതി നിങ്ങൾക്ക് അതിന് മാർക്ക് കുറയ്ക്കാനോ ഒന്നും പോകുന്നില്ല, നിങ്ങൾക്ക് പറയാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ ആശുപത്രിയിലേക്ക് നിങ്ങളെ ഈ ഒരു ഇന്റർവ്യൂവിന് നിങ്ങളെ ഈ ഒരു പോസ്റ്റിലേക്ക്, ഈ ഒരു ആശുപത്രി തന്നെ സെലക്ട് ചെയ്യാനുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി ഓഫ് സർവീസ് ആയാലും, ഫെസിലിറ്റീസ് ആയാലും, ലൊക്കേഷൻ ആയാലും, ഫീഡ്ബാക്ക് ആയാലും എല്ലാം വളരെ കറക്റ്റ് ആണ്. ഈ സെൽഫ് ബിഹേവിയറും പാഷനും, ആ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്റെ പാഷനാണ് ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ നമ്മളൊരു ഓവർ ഹൈപ്പഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഫീൽ ചെയ്തേക്കാം. പിന്നെ അതൊരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു ലൈറ്റർ മൊമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇന്റർവ്യൂ ബോർഡിന് അറിയാം, കാരണം നമ്മളിപ്പോ അവിടെ സെലക്ട് ചെയ്യപ്പെട്ടുള്ളതൊന്നും ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് അറിയാം. പിന്നെ ഈ പാഷന്റെ കാര്യം നിങ്ങൾക്ക് ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതായത് ഞാനിപ്പോ ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെറുതെ ഒരു വേർഡ് നമ്മൾ പറഞ്ഞു ഒപ്പിക്കുക അല്ലാതെ യു ഹാവ് ടു മേക്ക് ഇന്റർ കണക്ഷൻസ്. ഇതിന്റെ അടുത്ത സെഷനിൽ പറയാൻ ചേരുന്നതാണ് ഇന്റർ കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യം അടുത്ത കാര്യവുമായിട്ട് ഒന്ന് ചേർന്ന് പോകേണ്ടത് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ മറ്റൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാനുള്ളത്, നമ്മൾ എത്ര ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ഉള്ളിലെ പുഴുക്കുത്തുകളെ നമ്മൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും, ഒന്നല്ലെങ്കിൽ വേറൊരു ചോദ്യത്തിന് മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും പതറിപ്പോകും. ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി നല്ലൊരു ഇതാണ്. ഫോർ ഗുഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാം. അതൊക്കെ പറയുന്ന ഉത്തരങ്ങളാണ്.
ഒരു കാരണവശാലും നമുക്ക് ഒരുപാട് നേരം ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമുക്ക് ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ സ്കൂളിന്റെ ഒക്കെ ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ക്യാമ്പ് നടത്താൻ പോകുന്ന സമയത്ത് ഇൻഹൗസ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് ഇപ്പൊ പറയുക. അതായത് 2 3 ദിവസം കുട്ടികൾ അവിടെ തന്നെ താമസിച്ചിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് 10 പേരെ സെലക്ട് ചെയ്യാനുള്ള ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാലും കുട്ടികൾ ഇങ്ങനെ ഫേക്ക് ചെയ്യും. അതായത് ഞാൻ വളരെ കാരണം വീട്ടിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാത്ത ഒരുത്തൻ അന്ന് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുന്നു, വേണി പാത്രം വരെ കഴുകി കൊടുക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ വെച്ചിട്ട് അവന്റെ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ നിറം നമുക്ക് മുന്നിൽ നമ്മളൊന്നും ചെയ്യണ്ട. ആ 3 ദിവസം നമ്മൾ മനുഷ്യന്മാരാണ്. ഒരു സഹവർത്തിത്വത്തിന്റെ പേരിൽ NSS ക്യാമ്പിന് പോയിട്ടുള്ളവർക്ക് അറിയാം. ഇനിയിപ്പോ NSS ക്യാമ്പിന്റെ ഒരു സീസണാണ് ഈ ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ. ഞാൻ 2 3 സ്ഥലങ്ങളിൽ എല്ലാ വർഷവും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നെവർ ട്രൈ ടു ഫേക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഇന്റർവ്യൂ ബോർഡ്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള HR വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള HR മാനേജർമാരായി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ ബോർഡിലുള്ളത്. അപ്പൊ അവർക്ക് അറിയാം ഏകദേശം നമ്മളുടെ ഒരു കാലിബറും ഇതൊക്കെ നമ്മുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഇതിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബിഹൈൻഡ് ദ സീൻ എന്ത് നടക്കുന്നു എന്നുള്ളത്, അതായത് ഒരു ഹോസ്പിറ്റലിലെ ബിഹൈൻഡ് ദ സീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ധാരണയുള്ള ആളുകൾക്ക് മാത്രമേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോസ്പിറ്റൽ തെരഞ്ഞെടുത്തത് എന്ന് കൃത്യമായി പറയാൻ പറ്റുള്ളൂ. അവിടെയും ഓർക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു ലീഡായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുള്ളൂ, കേൾക്കുന്ന അവർക്കും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഈ ഉത്തരം നമുക്ക് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമല്ല. അപ്പൊ അതുകൊണ്ട് വളരെ കറക്റ്റ് ആയിട്ട് ഈ ചോദ്യവും നിങ്ങൾക്ക് ഹൈലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്, വൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അത് കമ്പനികളാണെങ്കിൽ കമ്പനികളുടെ ഒരു 4-5 വർഷത്തെ പെർഫോമൻസ് റിപ്പോർട്ട്, അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ അവരുടെ 4-5 വർഷത്തെ പെർഫോമൻസ്. ഇപ്പൊ നമ്മൾ വെറുതെ പോയിരുന്നത് ചിലപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് സ്റ്റോക്കിന്റെ വില ഇടിയുന്ന ഒരു കമ്പനി ആയിരിക്കും. നമ്മൾ വെറുതെ പോയിരുന്നത് തള്ളുകയാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ വളരെ അട്രാക്റ്റഡ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി എന്റെ പ്രൊഫഷനെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും, എന്റെ സ്കിൽസിനെ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വെറും തള്ളാണ്, ചവറാണുള്ളത്. അപ്പൊ അതുകൊണ്ട് കമ്പനികളിലാണ് പോകുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള IPO ചെയ്തിട്ടുള്ള കമ്പനികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തണം. നിങ്ങൾ ഫ്രഷ് ടു ഹോം എന്ന് കേട്ടിട്ടുണ്ടാവും. മാത്യു ജോസഫ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ള അരൂരുള്ള ഒരു മനുഷ്യനാണ് തുടങ്ങിയത്. ആദ്യമായി മലയാളിയുടെ തീന്മേശയിലേക്ക് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളെ ഏറ്റവും വേഗത്തിൽ പ്രോസസ് ചെയ്യാതെ മറ്റ് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ബ്രാൻഡാണ് ഫ്രഷ് ടു ഹോം. ഇന്ന് കോടാനുകോടി ബിസിനസിന്റെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിന്റെ മാത്യു ജോസഫിന്റെ ഇന്റർവ്യൂ പല പ്രമുഖരായ യൂട്യൂബർമാരും യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം മാത്യു ജോസഫ് ഇന്റർവ്യൂ എന്ന്. അപ്പൊ അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ സ്ഥാപനം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് കടത്തണ്ണെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കടൽ തീരങ്ങളിലും ഞാൻ പോയി അവിടുത്തെ മുക്കൂരുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുമായി എനിക്ക് ഇപ്പോഴും, ഞാൻ ഇന്ത്യയിലെ ഏത് കടൽ തീരത്ത് ചെന്നാലും മാത്യു ജോസഫ് എന്നുള്ള പേര് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഏത് വിശാഖപട്ടണത്തായാലും ഒഡീഷയിലെ ഭുവനേശ്വറിലായാലും നിങ്ങൾ തമിഴ്നാട്ടിലായാലും കന്യാകുമാരിയിലായാലും ആലപ്പുഴയിലായാലും നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ എന്റെ പേരറിയാത്ത ആരുമില്ല. അത്രമാത്രം ഞാൻ ഈ കമ്മ്യൂണിറ്റീസുമായി ബോണ്ടഡാന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ എനിക്ക് ടെക്നിക്കൽ നോഹം ഉണ്ടായിരുന്നില്ല ആദ്യം. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ അറിയാവുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോഡിംഗ് അറിയാവുന്ന 3-4 കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോ അങ്ങനെ ഞാൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം കസ്റ്റമേഴ്സിന്റെ തള്ളിക്കയറ്റം കൊണ്ട് ആദ്യമായി പൂട്ടിപ്പോയ ഒരേ ഒരു ബ്രാൻഡ് ഫ്രഷ് ടു ഹോം ആണ് അദ്ദേഹം പറയുന്നത്. ആദ്യം അത് സീറ്റ് ഹോം എന്നുള്ള പേരിലാണ് തുടങ്ങിയത്. പിന്നീടാണ് അതിനെ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാക്കി റീബ്രാൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം ഡിമാൻഡ് ഫ്രഷ് മീൻ, പച്ചമീൻ കഴിക്കാൻ വേണ്ടി മലയാളി കാണിക്കുന്ന ഒരു പച്ചമീനിന്റെ ഫ്രഷ് പച്ചമീൻ, നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന ഫ്രഷ് അല്ല ഒരിക്കലും, പലപ്പോഴും 2-3 ദിവസം പഴക്കമുള്ള മീനുകളാണ്. അപ്പൊ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഈ ഒരു കമ്പനി കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ സീറ്റ് ഹോമിനെ ഫ്രഷ് ടു ഹോം ആക്കി മാറ്റാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ മലയാളിക്ക് മീനിനോടുള്ള കൊതിയാണ്. മലയാളിയുടെ കൊതിയാണ് എന്റെ കമ്പനിയിൽ ക്വറിയായി വന്നത്. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി അവർക്ക് സാധനം ഡെലിവറി ചെയ്യാനില്ലാതെ പൂട്ടിപ്പോയ ആദ്യത്തെ കമ്പനിയാണെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര, നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഈ സഫാരി TV ആരും വന്നില്ലെങ്കിലും, അതായത് ഇതിന്റെ വീഡിയോ എഡിറ്റർ വന്നില്ലെങ്കിലും
ക്യാമറമാൻ വന്നില്ലെങ്കിലും, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വന്നില്ലെങ്കിലും, വോയിസ് ഓവർ കൊടുക്കുന്ന അനീഷ് പുൻ പീറ്റർ വന്നില്ലെങ്കിലും ഈ പണികളെല്ലാം എനിക്കറിയാം. അതായത് ആര് വന്നില്ലെങ്കിലും ഈ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാഗസിനും സഫാരി എന്ന് പറയുന്ന ഒരു ചാനലും നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് ഒരുത്തിന്റെയും സഹായം വേണ്ട. കാരണം ഞാൻ ഈ പണിയെല്ലാം ബേസിക് ലെവലിൽ നിന്ന് ചെയ്ത് പഠിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പൊ 2 ദിവസം ഇവിടെ തിരക്കഥ എഴുതുന്ന ഒരുത്തൻ വന്നില്ല, അല്ലെങ്കിൽ ക്യാമറാമാൻ വന്നില്ല, അല്ലെങ്കിൽ എഡിറ്റർ വന്നില്ല. ഞാൻ തന്നെ കയറിയിരുന്ന് എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും, ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കും, ഞാൻ തന്നെ സംപ്രേഷണം ചെയ്യും. അപ്പൊ ഒരു വെരി ബേസിക് ഒരു സ്റ്റുഡിയോ സെറ്റ് ഇടുന്നത് മുതൽ ഇതിനെ സാറ്റലൈറ്റിലേക്ക് അപ്ലിങ്ക് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന പണി വരെ ആ മനുഷ്യനറിയാം. ഞാൻ പറയുന്നത് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകളും ഇതേപോലെ ഇതിന്റെ എല്ലാ അടവും കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് മുന്നിൽ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ ഒതന്റിക്കായി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധതയ്ക്കും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ലീഡിനും അത് മാർക്ക് ചെയ്യപ്പെടും. ഇനി ഇന്റർവ്യൂസിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്, അതിന് സ്റ്റാർ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റാർ മെത്തേഡിനെ പറ്റി നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്നെ പോലുള്ള ക്ലാസ് എടുക്കുന്ന ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും ക്ലാസ്സിൽ വെച്ചിട്ട് എന്താണ് ഒരു സ്റ്റാർ മെത്തേഡ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. STAR സ്റ്റാർ, നക്ഷത്രം എന്ന് പറയുന്ന സ്റ്റാർ മെത്തേഡാണ്. അതായത് നമ്മളൊരു സ്റ്റാറിനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്, SWOT-നെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ വെച്ച് നോക്കുമ്പോൾ STAR സ്റ്റാർ എന്ന് പറഞ്ഞാൽ S സ്റ്റാൻഡ് ഫോർ സിറ്റുവേഷൻ, T സ്റ്റാൻഡ്സ് ഫോർ ടാസ്ക് എന്നുള്ളതാണ്. മൂന്നാമത്തെ A എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. നാലാമത്തെ R എന്ന് പറയുന്നത് റിസൾട്ട് ആണ്. ഒരിക്കൽ കൂടി പറയാം, സിറ്റുവേഷൻ ഫോളോഡ് ബൈ ടാസ്ക് ഫോളോഡ് ബൈ ആക്ഷൻ ഫോളോഡ് ബൈ റിസൾട്ട്. സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. അതാണ് സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്റർവ്യൂസിൽ പ്രത്യേകിച്ച് ബിഹേവിയറൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ടെക്നിക്കുകളിൽ ഒരു സാധനമാണ് നമ്മൾ ഈ സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രയോഗിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരുവരും. അതായത് ഇപ്പൊ HR മാനേജർമാരായിട്ട് പോകുന്ന ഇന്റർവ്യൂലാണെങ്കിൽ ഒരു വർക്ക് സൈറ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അപ്പൊ നമുക്ക് പല മെത്തേഡുകളും പല ഉത്തരങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഉത്തരങ്ങളെയെല്ലാം നിങ്ങൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലേക്ക് ഇട്ടിട്ട് വേണം അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യം ഒരു സിറ്റുവേഷൻ ആണ് വേണ്ടത്. അപ്പോ ഇത് നമ്മൾ ഭാവന എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ജോലി ചെയ്തിട്ടില്ല, നമ്മൾ പഠനം കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ ജോലിയിലാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളൊരു ഭാവനയിൽ വേണം, ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു ആശുപത്രിയിൽ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു മത്സ്യം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സിറ്റുവേഷൻ ആണ്. അതായത് പറഞ്ഞത് ബിഹേവിയറൽ ഇന്റർവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്നതിന് നമ്മുടെ ബിഹേവിയർ ആ സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മളെ കൊണ്ട് എനിക്ക് കിട്ടി ഈ ക്വസ്റ്റ്യൻ അല്ലേ സഫീറ. ഓക്കെ, സഫീറയുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ നന്നായിരുന്നു, ഏത് കമ്പനിയിലാണ് എന്നുള്ളത്. അന്ന് ഈ മെത്തേഡ് പറയാൻ പറ്റിയിരുന്നു എന്ന് കൂടി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പൊ ഈ സ്റ്റാർ മെത്തേഡ് നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. വേറെ ഒന്നും ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടായിരിക്കും. അത് അവര് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്നതാണ്. ആരുടെയും മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ആർഷയുടെ മൈക്കാണ് അന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോ ആ സിറ്റുവേഷനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് അവിടെ എന്ത് ടാസ്കിലൂടെയാണ് നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ പറയേണ്ടത്. അതായത് സിറ്റുവേഷൻ ഇന്നതാണ്. ഇപ്പൊ ഒരു മത്സ്യം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ഇന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസ് മാസമായിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഈ അടുത്തിടെ എയർ ഇന്ത്യയുടെ പൈലറ്റുമാര്, ഒരു മിനിറ്റ്, സഫീറയുടെ ഒരു ചോദ്യമുണ്ട്. ക്വാർട്ടർലി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കംപ്ലൈന്റ്സ് അബൌട്ട് സ്റ്റാഫ് ബീങ് അൺഅപ്രോച്ചബിൾ ഓർ ഡിസ്മിസീവ് ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹൗ വുഡ് യു അഡ്രസ് ദിസ്? അതെല്ലാവരും വായിക്കണേ. ഞാൻ വായിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ വായിക്കാൻ പറ്റും. Foster a culture of compassion and professionalism among staff. What specific monitoring tools would you implement to measure the staff patient? വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഫ്രീക്വന്റ് ആയിട്ട് കംപ്ലൈന്റ് കിട്ടുകയാണ്, അതായത് അവിടുത്തെ സ്റ്റാഫിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവർ അൺഅപ്രോച്ചബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്മിസീവ് ആയിട്ടുള്ള മറുപടിയാണ് അവർ തരുന്നത്. ഹോസ്പിറ്റൽ ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ആർഷ TV എന്ന് പറയുന്ന പാർട്ടിസിപ്പന്റ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാവോ? ഓക്കെ, ഞാൻ തന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ
അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കൾച്ചർ ഓഫ് കമ്പാഷൻ അല്ലെങ്കിൽ പ്രൊഫഷണലിസം സ്റ്റാഫിനിടയിൽ കൊണ്ടുവരാൻ പറ്റുക? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ആരും അർമാദിക്കാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമല്ല ആശുപത്രി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആശുപത്രി പോകുന്നത്. അല്ലാതെ വെറുതെ സിനിമാ തിയേറ്ററിൽ പോകുന്ന പോലെ നമ്മൾ ആശുപത്രി പോകാറില്ല. അവിടുത്തെ സ്റ്റാഫിന് വേണ്ടത് കമ്പാഷൻ തന്നെയാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിന് കൃത്യമായ ഒരു ഇടപെടൽ നടത്താനുമുള്ള സംവിധാനമാണ് ആശുപത്രികളിൽ വേണ്ടത്. അപ്പൊ അങ്ങനെ സ്റ്റാഫ് തന്നെ ഇങ്ങനെ വരുന്ന പേഷ്യൻസിനോട് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം എടുത്തു കഴിഞ്ഞാൽ ആശുപത്രി കൂട്ടിപ്പോകുന്നത് മാത്രമല്ല, അത് വളരെയധികം കോൺഫ്ലിക്റ്റുകളിലേക്ക്. ഇപ്പൊ പലപ്പോഴും നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നവജാത ശിശുക്കളുടെ മരണം അല്ലെങ്കിൽ പ്രസവത്തോടു കൂടി അമ്മ മരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ. പല ആശുപത്രികളും ആളുകൾ തല്ലിപ്പൊളിക്കുകയും തീടുകയും ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള അത് നമുക്ക് രണ്ട് ഭാഗത്തും അതിനകത്ത് ന്യായങ്ങളും അന്യായങ്ങളും ഉണ്ടാവും. അത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്ന ഒരു ജീവനാണ്. ആശുപത്രിയെ സംബന്ധിച്ച് ഡോക്ടർക്കും അതിനെ അറ്റൻഡ് ചെയ്ത നേഴ്സിനും മിഡ്വൈസിനും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു പ്രതിസന്ധിയാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ടാസ്ക് എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. അതാണ് T വരുന്നത്. പിന്നെ എന്ത് ആക്ഷനാണ് നമ്മൾക്ക് അതിനെടുക്കാൻ പറ്റുക. അപ്പോൾ അത് ചിലത് കോമ്പൻസേഷൻ ആയിരിക്കും, മോണിറ്ററി കോമ്പൻസേഷൻ ആയിരിക്കും, ചിലത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ചിലതൊന്നും ചർച്ചയിലൂടെ പരിഹരിക്കാൻ മാറില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പത്രത്തിൽ വായിച്ചതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു, ഏത് ആശുപത്രി എനിക്ക് ഓർമ്മയില്ല, പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ അകത്ത് യൂട്രസിന്റെ എന്തോ സർജറി ചെയ്തിട്ട് അതിന്റെ അകത്ത് ഒരു കത്രിക 2-3 വർഷമാണ് വച്ച് മറന്നുപോയത്. അപ്പൊ കോടതി അതിന് വളരെയധികം രൂക്ഷമായി വിമർശിക്കുകയും ഒത്തിരി കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. 3 വർഷം ആ സ്ത്രീ വേദന അനുഭവിച്ച് നിൽക്കുന്നു, അവരുടെ വേറെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു ആശുപത്രിയുടെ എൻ്റെ റവന്യൂ തന്നെ കൊടുത്താലും തീരാത്ത അത്ര വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇത്. അപ്പൊ അവിടെ എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കണം, ആ റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പറയണം. കോഴിക്കോട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ചോദ്യം വളരെ ആപ്റ്റ് ആണ് സഫീറ. താങ്ക്സ് ഫോർ ഷെയറിംഗ് ദിസ്. അതൊരു കറക്റ്റ് ചോദ്യമാണത്. വളരെ ഭംഗിയായിട്ട് ആ ചോദ്യം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന് തന്നെ ഉള്ള മറുപടി തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ സ്റ്റാർ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, ആ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് ഇന്റർവ്യൂ ബോർഡിന് നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇന്നതായിരിക്കും നമ്മുടെ ടാസ്ക് എന്നുള്ളത്. ഇനി എന്ത് ആക്ഷനിലൂടെയാണ് നിങ്ങൾ ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. അവസാനം അതിന്റെ എൻഡ് റിസൾട്ട് ഇന്നതായിരിക്കും. ഈ 4 കാര്യങ്ങൾ ഇത് ഏത് ചോദ്യത്തിനും, ഇങ്ങനെയുള്ള സിറ്റുവേഷണലായിട്ടുള്ള നമ്മുടെ ബിഹേവിയറിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബിഹേവിയറിനെ അളക്കുന്ന ഒരു ചോദ്യം എവിടെ ചോദിച്ചാലും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സ്റ്റാർ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ പറ്റും. ഇത് നിങ്ങൾ തന്നെ ഈ സെഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ എഴുതിയിട്ട് അതിന് സ്റ്റാർ എന്ന് എഴുതിയിട്ട് എസിന് നേരെ ഇന്നതാണ് സിറ്റുവേഷൻ എന്നും T ഇന്നതാണെന്നും A ആക്ഷൻ എന്ന് പറയുന്നതാണെന്നും റിസൾട്ട് എന്നതാണെന്നും നിങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു 5, 10, 20 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് എഴുതി തന്നെ പഠിക്കണം. നമ്മൾ മനസ്സിലിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പറയുന്നത് മാറിപ്പോവും. നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്ത് പഠിക്കണം, വായിച്ച് പഠിക്കരുത് എന്ന് പറയുന്ന പോലെ സ്റ്റാർ മെത്തേഡ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ റിസൾട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് റിസൾട്ട് ആയിരിക്കണം. ആശുപത്രിക്ക് തീടാൻ നിൽക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ അവസാനം 10 ആൾ തീടാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത്. ആ ഒരാൾ പോലും ആശുപത്രിയെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ആശുപത്രിക്കെതിരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കില്ല, അവിടുത്തെ സ്റ്റാഫ് സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ എൻഡ് റിസൾട്ട് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത് തമാശക്കാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും ഇത് നിങ്ങൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ആശുപത്രികളിലൊക്കെ സംഭവിക്കാവുന്നതും നിങ്ങളൊക്കെ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ 100% ആയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രദ്ധ ആ കാര്യത്തിൽ വേണം. അപ്പൊ സ്റ്റാർ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കേട്ടിരിക്കേണ്ട അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് SWOT അനാലിസിസ് എന്ന് പറയും. SWOT എന്ന് പറഞ്ഞ് അത് കേട്ടിട്ടുണ്ടോ? SWOT എന്താണെന്നുള്ളത്? SWOT SWOT അനാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണെന്നുള്ളത്?
എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഡബ്ല്യു സ്റ്റാൻഡ്സ് ഫോർ വീക്ക്നെസ്. കേട്ടിട്ടില്ല എന്നാണ് ആദ്യം പേരും പറയുന്നത്. ഒ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടി സ്റ്റാൻഡ്സ് ഫോർ ത്രെറ്റ്സ്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്സ് ആണ്, സ്ട്രെങ്ത് നിങ്ങളുടെ ശക്തിയാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. ഒ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ടി എന്ന് പറയുന്നത് ത്രെറ്റ്സ് ആണ്. ഈ SWOT അനാലിസിസ് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പലപ്പോഴും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യാമ്പുകളിൽ SWOT അനാലിസിസ് കുട്ടികളെ കൊണ്ട് ഒരു ക്വസ്റ്റനെയർ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് 50 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റനെയർ ആയിരിക്കും. അതിൽ ഇത്ര മാർക്ക്. അതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ SWOT അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവനായിരിക്കില്ല വിജയ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നവനായിരിക്കില്ല വിജയ്. ഇതിനിടയിൽ ഒരു മീഡിയ, അതായത് ഒരു ആവറേജ് മനുഷ്യന് ചിന്തിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആവറേജ് മനുഷ്യൻ സത്യസന്ധമായത് ആൻസർ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞാൽ, മാർക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു മീഡിയോക്കർ മാർക്കായിരിക്കും. ഏറ്റവും ടോപ്പും ആയിരിക്കില്ല, ഏറ്റവും താഴെ ആയിരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്ട്രെങ്ത് ഉള്ള പോലെ തന്നെ നമുക്ക് കുറെ വീക്ക്നെസ്സുകളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ത്രെറ്റ്സ് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും, ഒരു 100-ൽ 99 വേണ്ട 1999 മനുഷ്യരും ഇങ്ങനെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായി ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ലെവലിലാണ് അതിന്റെ മാർക്ക് കിട്ടാറ്. അങ്ങനെയുള്ളവരാണ് കറക്റ്റായിട്ട് ആ സർവേ അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇതേ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഇതിന്റെ ഒരു അനാലിസിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് വാട്ട്സ് യുവർ സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? ഇന്റർവ്യൂ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല അറ്റൻഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. ഈ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിനെ കുറിച്ച് എന്ത് ചോദിക്കുകയാണ്, വാട്ട്സ് യുവർ സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അഡാപ്റ്റബിലിറ്റി നല്ല ഒരു ഉത്തരമാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് അഡാപ്റ്റബിലിറ്റി. കോഷ്യന്റിന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പോസിറ്റീവ് ആണ് ഞാൻ, അതും വളരെ നല്ലൊരു ഉത്തരമാണ്. പിന്നെ വേറെ എന്തെങ്കിലും? പേഷ്യൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ, ഓക്കെ, എഡ്യൂക്കേഷൻ ഒരു നല്ല ഉത്തരമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വെറുതെ എഡ്യൂക്കേഷൻ ആവരുത്, നമ്മുടെ കയ്യിൽ തെളിയിക്കുന്ന ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ ഓണസ്റ്റ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റിംഗ് പേഴ്സൺ, വളരെ നല്ല ഉത്തരം. ലീഡർഷിപ്പ്, യെസ്. കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ്, യെസ്. ഇതെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന്റെ സബ്ജക്റ്റ് ആയിട്ടോ. പലപ്പോഴും നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ എന്നെ വിശ്വസിക്കുന്നു, അജിത പറഞ്ഞിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ബിലീഫ് ഉണ്ടാവുക, സ്വയം വിശ്വസിക്കുക എന്നുള്ളത്. ടൈം മാനേജ്മെന്റ്, എനിക്ക് നിങ്ങൾക്ക് ഉൾപ്പെടെ പല ആളുകൾക്കും ഇല്ലാത്തൊരു സാധനമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇതിന്റെ എല്ലാം ഉത്തരം എൻ്റെ അകത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്ന ഉത്തരങ്ങളാണ് നമ്മുടെ കമന്റ് ബോക്സിലുള്ളത്. വളരെ നല്ല ഞാൻ പറയാനിരുന്ന എല്ലാ പോയിന്റും തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് അധികം പോകണ്ട. ഇനി അടുത്ത് ചോദിക്കാം, വാട്ട്സ് യുവർ വീക്ക്നെസ്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ വീക്ക്നെസ്സസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയുക? എനിക്ക് കപ്പയും ബീഫും ഇഷ്ടമാണ് സാർ, അല്ലെങ്കിൽ അൽഫാം കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ കുശുമ്പ് പറയാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾ തന്നെ ഒപ്റ്റിമിസ്റ്റിക് മൈൻഡെന്നും കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നും എഡ്യൂക്കേഷനും സെൽഫ് ബിലീഫും ഒക്കെ പറഞ്ഞ ആളുകൾ തന്നെ ഓവർ കോൺഫിഡൻസ്. യെസ്, താങ്ക് യു. നിങ്ങളൊരു നല്ല ഓഡിയൻസ് ആണല്ലോ. ഞാൻ പറയാനിരുന്ന ഒരു സാധനമാണത്, ഓവർ കോൺഫിഡൻസ്. അത് വളരെ നല്ലതാണ്. അത് നല്ല ഒരു ഉത്തരമാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓവർ കോൺഫിഡന്റ് ആയി ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ വേറെയും പോരട്ടെ, ഒരു 3-4 റിപ്ലൈ കൂടി ഉദ്ദേശിച്ചിരിക്കുന്ന ആരുടെയും മൈക്ക് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതായത് ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മൈൻഡുള്ള ഒരു ആളാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്നുള്ളത് ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണേണ്ട കാര്യമുണ്ടോ? സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. ഞാൻ പറയാനുള്ള കാര്യം നേരിട്ട് പറയുന്നുള്ളത്. ഫ്രീ മൈൻഡഡ് ആണ്, സെൻസിറ്റീവ് ആണ്, ഷൈനസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
കോൺഫിഡൻസിന്റെ പ്രോബ്ലം, ടെൻഷൻ ഉണ്ട്. ഐ ആം നോട്ട് ഫുള്ളി കോൺഫിഡൻറ്റ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അത് വളരെ കറക്റ്റ് ആയ ഉത്തരമാണ്. വീക്ക്നെസ് ചോദിക്കുമോ? ഇൻസെക്യൂർ ചോദിക്കും. അതാണല്ലോ നമ്മൾ ഈ ചോദ്യം ഇട്ടിരിക്കുന്നത്. ഇൻസെക്യൂർ ആണ്, ഷൈനസ് ആണ്. ഇതിൽ നിന്നൊരു കറക്റ്റ് ഉത്തരം കിട്ടിയിട്ട് നിങ്ങൾക്ക് അവർക്ക് ഐഡിയ വേണ്ടിയിട്ടല്ല. ജസ്റ്റ് ആഷ്ന ഷമീറ മൈക്കൊന്നും മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു. ഈ ഡിഫിക്കൽട്ട് ടു സേ നോ ടു പീപ്പിൾ എന്നുള്ളത് അതൊരു വളരെ വളരെ നല്ലൊരു ഉത്തരമാണ്. പലപ്പോഴും എനിക്കൊക്കെ, ഞാനിപ്പോ ഇത്രയും ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഇതിന്റെയൊക്കെ തന്ത്രങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും എനിക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമുക്ക് നോ പറയാൻ പറ്റാറില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അത് പിന്നെ നമുക്കൊരു വലിയ ബാധ്യതയായിട്ട് വിക്രമാദിത്യൻ വേദാളത്തെ ചുമന്ന നടക്കേണ്ടത്. അതുകൊണ്ട് നോ പറയാൻ പറ്റില്ല എന്നുള്ളത് പലർക്കും അത് പറ്റില്ല. എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന അധികം ആളുകൾക്ക് നോ പറയാൻ പറ്റാറില്ല. അപ്പൊ അതൊരു വീക്ക്നെസ് ആണ് നമ്മുടെ. അത് നമ്മൾ തുറന്ന് സമ്മതിച്ചേ പറ്റൂ. അതൊരു നല്ല പോയിന്റ് ആണ്. ഷൈനസ് നല്ലൊരു പോയിന്റ് ആണ്. പിന്നെ തിങ്ക് അബൌട്ട് ഹൗ അതർ, അതെ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അതും ഒരു വലിയ പ്രശ്നമാണ്. അതും നിങ്ങൾക്ക് ഇന്റർവ്യൂകളിൽ മുന്നിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അത് തുറന്ന് സമ്മതിക്കുന്നത് കൊണ്ട് വേറൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടുന്നുള്ളതല്ല. ആ സത്യസന്ധതയ്ക്ക് തീർച്ചയായിട്ടും ഒരു മാർക്ക് തന്നിരിക്കും. ചോദിച്ചാൽ പറഞ്ഞാൽ മതി. അല്ലാതെ എന്റെ വീക്ക്നസ്സുകൾ ഇങ്ങനെയാണെന്നുള്ളത് വെറുതെ അങ്ങോട്ട് കയറി പറയണ്ട. ഇതൊക്കെ ചോദിച്ചാൽ മാത്രം കേട്ടോ, സ്ട്രെങ്ത്തിനെ പറ്റിയോ ഒക്കെ ചോദിച്ചാൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ കമാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ കമാൻഡ് ചെയ്യണം, നിങ്ങൾ ഒബേ ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ ഒബേ ചെയ്യണം, നിങ്ങൾ ന്യൂട്രലായി നിൽക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ന്യൂട്രലായി ചിലപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് നമുക്ക് തോന്നിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് അയാൾ പറഞ്ഞിട്ട് അങ്ങ് പൊക്കോട്ടെ, നമ്മൾ അതിന്റെ വാലയെ പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ ഇഷ്യൂ അവിടെ ഉണ്ടാകും. അത് നമ്മുടെ മനസ്സമാധാനത്തിന്, സ്ഥാപനത്തിന്റെ പുരോഗതിക്കും ഒക്കെ തടസ്സമാവുന്നുള്ള ഒരു സമീപനത്തിൽ ചിലത് നമ്മൾ വിട്ടുകളയുക. നമ്മൾ പറയില്ലേ, വിട്ട് കളഞ്ഞേക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വിട്ട് കളയുന്നത് ഒരു ബുദ്ധിപൂർവമായ തീരുമാനമാണ്. അപ്പൊ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി നമ്മളായിരിക്കുന്ന ഒരു പൊസിഷന്റെ അതിന്റെ ഒരു സ്റ്റേറ്റസിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ല. ഇഫ് യു ആർ കമാൻഡിങ് സമ്മൺ ഓർ ഇഫ് യു ആർ ഇൻ ദ റോൾ ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന അല്ലെങ്കിൽ HR മാനേജർമാരാവുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ ഇതൊക്കെ നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പറയുന്ന കേട്ടോ, നമ്മൾ വെറുതെ വർത്താനം പറയുന്ന പോലെയാണ് പറയുന്നതെങ്കിൽ ഇതെല്ലാം ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നതായിട്ട് വേണം ഈ കമന്റുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ. പിന്നെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാകും. ഈ സോർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സ്റ്റാർ മെത്തേഡ് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന രീതിയിലാണ് സോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ആരും നിങ്ങളോട് സോർട്ട് അനാലിസിസിന്റെ ഒരു റിസൾട്ട് പറയുന്നത് നിങ്ങളോട് ഇന്റർവ്യൂ കൂടി ചോദിക്കില്ല. പല ഘട്ടങ്ങളിലായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദ്യം ഉണ്ടാവില്ല. ഈ ചോദ്യത്തെ നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടത് പല സ്റ്റെപ്പുകളിലായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ എലവേറ്റർ പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 2ാം നിലയിലോ 3ാം നിലയിലോ വരുന്ന ഒരു ചോദ്യത്തിലായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ HRM കോഴ്സ് പഠിച്ച ഒരാളാണ്. ഈ സ്ഥാപനത്തിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അല്ലെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെ നിങ്ങൾക്ക് അതിനെ ക്യാച്ച് ചെയ്ത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിനും സ്ഥാപനത്തിന്റെ ഇമ്പ്രൂവ്മെന്റിനും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. എന്തെങ്കിലും 1-2 കമന്റുകൾ പറയട്ടെ. ന്യൂ ടെക്നോളജി എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് AI യുഗത്തിൽ എന്തിനും ഏതൊരു ടെക്നോളജി ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാം. ശ്രീഷ്മി കെ മഹേഷ് എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അതിന്റെ കറക്റ്റ് ഒരു സാങ്കേതികം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതൊരു നല്ല കമന്റ് ആണ്. ന്യൂ ടെക്നോളജി നല്ലൊരു കമന്റ് ആണ്. പിന്നെ വേറെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ്? ഇതെല്ലാം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങോട്ട് പറയേണ്ടി വരുന്നില്ല. പിന്നെ എന്തൊക്കെയായിരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാൻ പറ്റുക? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ പറ്റും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ പറ്റും. ഓൾറെഡി നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം അതിന്റെ കൂടെ തന്നെ. പക്ഷെ ഞാനൊരു നോവീസ് ആയിട്ടുള്ള ന്യൂ കമർ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും എന്റെ സ്കില്ലുകളിൽ
ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ജോലി ചെയ്യുമ്പോൾ എന്റെ സ്കില്ലുകൾ വർദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് കണ്ടു പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ, ഒരു കോർപ്പറേറ്റ് സംഭവം എങ്ങനെയാണ് റൺ ചെയ്ത്. ബിഗ് പ്ലാറ്റ്ഫോം ടു സ്റ്റാർട്ട് മൈ കരിയർ. ഓക്കെ, ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്കാണ് ഞാൻ വരുന്നത്. ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ഞാൻ പോയി സമയം കളഞ്ഞിട്ടില്ല, അത് നമുക്ക് പറയാം. പിന്നെ അപ്കമിങ് പ്രോജക്റ്റുകൾ തീർച്ചയായിട്ടും അതിന്റെ എല്ലാം ഭാഗമായിട്ട് ഹോസ്പിറ്റലിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങുമ്പോൾ ആദ്യം ഒരു ഡിപ്പാർട്ട്മെന്റ് ആയ ഒരാൾ പറഞ്ഞല്ലോ, പറഞ്ഞപ്പോൾ അപ്പൊ അതിലൊക്കെ എനിക്ക് പ്രോജക്റ്റിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റും. സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റും. ഡെവലപ്പ് എബിലിറ്റി, സ്കിൽ, നോളജ് അക്കോർഡിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് പറയാവുന്ന ഉത്തരങ്ങളാണ്. എല്ലാ ഉത്തരങ്ങളും നല്ല ഉത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളത് കാഷ്വൽ ആയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇരുന്നാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഇനി ത്രെറ്റ്സിനെ പറ്റി, നമ്മുടെ സോട്ടിന്റെ ലാസ്റ്റ് വേർഡായ ടി, ത്രെറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ ഈ ത്രെറ്റുകൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുക? ഗ്യാദർ വർക്കർ ഫോർ ബെറ്റർ റിസൾട്ട്സ്, അത് നല്ലൊരു ഇതാണ്, ഉത്തരം തന്നെയാണ്. ഇനി നമുക്ക് ത്രെറ്റുകളെ പറ്റി സംസാരിക്കാം. എന്തൊക്കെ ത്രെറ്റുകളായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളൊരു ബോധ്യത്തെ പറ്റി അവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? നമ്മൾ കുറെയൊക്കെ നമ്മൾ ഈ സെഷന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു മരണം നടക്കുന്നു, അങ്ങനെയുള്ള കാര്യം. ഓവർ ടൈം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഓവറായി വർക്ക് ചെയ്ത്, ഞാൻ പലപ്പോഴും ഈ ഹോട്ടലുകളിലൊക്കെ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ പോകുമ്പോൾ ഇപ്പൊ ഒരു 100 അല്ലെങ്കിൽ 150 പേരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ക്യാമ്പാണെങ്കിൽ, ഞാൻ ഈ കൊച്ചിയിൽ എവറിഡിൻ ഹോട്ടലിലാണ് അത് കണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഗൾഫ് ഗ്രൂപ്പിലെ ഒരു പ്രോഗ്രാം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എല്ലാ വർഷവും 3 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ പ്രോഗ്രാമാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 2012 മുതൽ അവിടെ പോകുന്നതാണ്. ഇപ്പൊ 13 വർഷങ്ങളായി അവിടെ സ്ഥിരം പോകുന്നു. ഈ 13 വർഷവും പല മാനേജർമാരെ ആ ഹോട്ടലിൽ മാറി മാറി വന്നിട്ടുണ്ട്. ഇവന്റുകൾ മാനേജ് ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ഈ മാനേജർ എപ്പോ നോക്കിയാലും അയാൾ ഓവറായിട്ട് പണിയെടുത്ത് അയാളുടെ കണ്ണുകളൊക്കെ ചുവന്ന് ഉറക്കമില്ലാത്ത 3 ദിവസങ്ങളിൽ പണിയെടുത്ത് 3ാമത്തെ ദിവസം എങ്ങനെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് കാണുന്ന ഒരു മാനേജറാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു ഹോട്ടലിലെ കാര്യമല്ല, അത് അവരുടെ വർക്കിന്റെ നല്ല ശമ്പളം ഉണ്ട്, പക്ഷെ അവരുടെ വർക്കിന്റെ ഒരു പ്രശ്നം അതാണ്. അപ്പൊ ഓവർ ടൈം ഇവർ വർക്ക് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇവരുടെ ഹെൽത്തിനും ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ ഓവർ ടൈമിനോട് ചേർത്ത് വയ്ക്കാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ വർക്ക് പ്രശ്നം എന്ന് പറയുന്നതും. പിന്നെ എക്സ്റ്റേണൽ ചലഞ്ചസ് ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, അതും ഈ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ആണ് ഡീഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അത് അവർക്ക് പക്ഷെ നല്ല ശമ്പളം ഉണ്ടാവും, പക്ഷെ നിങ്ങളാണ് ആ പൊസിഷനിലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും ആയിരിക്കും. അതൊരു വലിയ ത്രെറ്റാണത്. നിങ്ങൾ ആ കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഡിസാസ്റ്റേഴ്സ് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പലപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പോ മൈനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തുരങ്കം നിർമ്മിക്കുന്ന ഒരു കമ്പനി, ഇപ്പൊ കുതിരാൻ ടണൽ പോലത്തെ ഒരു തുരങ്കം നിർമ്മിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ സമുദ്രത്തിനടിയിൽ പരിവേഷണം നടത്തുന്ന ഒരു കമ്പനിയുടെ HR മാനേജറാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനിയുടെ HR മാനേജർ. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ 2025 തുടക്കത്തിലാണ് 2 കപ്പലുകളാണ് നമ്മുടെ തീരത്ത് കത്തിപ്പോയത്. അപ്പൊ അങ്ങനെയുള്ള ഡിസാസ്റ്ററുകൾ സംഭവിക്കും. അതൊക്കെ നമ്മുടെ ത്രെറ്റായിട്ട് നമ്മൾ കാണും. പിന്നെ ഹാൻഡ്ലിങ് എനി പേഷ്യൻസ്, വർക്ക് പ്രഷർ, മെന്റൽ സ്ട്രെസ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എക്സ്ട്രാ വർക്ക്, കോമ്പറ്റീഷൻ, എമർജൻസീസ്, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. തീർച്ചയായിട്ടും അത് മാനേജ്മെന്റ് സ്റ്റാഫ് തമ്മിലുള്ള കോൺഫ്ലിക്ട് പരിഹരിക്കൽ അതൊരു വലിയ ത്രെറ്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ എത്ര സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് നമ്മൾ ഒരുപാട് മെനക്കെട്ടൽ മാത്രമേ ആ സാധനം പരിഹരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ എമർജൻസീസ്, അൺഎക്സ്പെക്ടഡ്, ഇപ്പൊ ഈ കഴിഞ്ഞ UP-യിലെ ഏതൊരു ആശുപത്രിയിൽ അവിടുത്തെ ICU തീ പിടിക്കുകയുണ്ടായി. ഓക്സിജൻ സിലിണ്ടർ ലീക്കായി തീ പിടിച്ചിട്ട് ICU-യിൽ കിടന്ന നവജാത ശിശുക്കൾ ഉൾപ്പെടെ ഒത്തിരി പേര് മരിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊരു 4-5 മാസം മുമ്പ് പത്രത്തിൽ വായിച്ചു. UP-യിലെ ഹോസ്പിറ്റലാണെന്നാണ് എൻ്റെ ഒരു. പിന്നെ പ്രളയത്തില് വെള്ളം കയറി ആശുപത്രിയിലെ ജനറേറ്റർ സംവിധാനം തകരാറിലായിട്ട് എമർജൻസി സർവീസുകൾ, അതായത് ഓക്സിജന്റെ സപ്ലൈ, വെന്റിലേറ്റർ സപ്പോർട്ട്, ഇതൊക്കെ ഓഫായി പോയി കുറെ പേര് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രഡിക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ അല്ല. അപ്പോ ഈ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ അൺഎക്സ്പെക്ടഡ് വർക്ക് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പറയാവുന്ന, വളരെ കറക്റ്റ് ആയിട്ട് പറയാവുന്ന ഒരു നല്ല ഉത്തരമാണ്. ഇപ്പോൾ
10 പേരടങ്ങുന്ന ഒരു ടീമിലെ 3 പേർ അല്ലെങ്കിൽ 4 പേർ പെട്ടെന്ന് ലീവ് എടുത്ത് പോകുന്നു. ബാക്കിയുള്ള 6 പേരിലേക്ക് ആ വർക്കിന്റെ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ 10 പേര് നിർബന്ധമായും വേണ്ടിടത്ത് 6 പേർ ഓവർ ടൈം പണിയെടുത്ത് അല്ലെങ്കിൽ അവര് ഒത്തിരി അവരുടെ രാത്രിയെ പകലാക്കിയാൽ മാത്രമേ ആ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ് പ്ലാൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇൻഷുറൻസ് എങ്ങനെയാണ് ത്രെറ്റായി മാറുന്നത് എനിക്ക് മനസ്സിലായില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വർക്ക് ലോഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഇപ്പൊ ഈ കമന്റുകൾ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ SWOT അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു ഇതിനുള്ള മറുപടി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇൻഷുറൻസ് പ്ലാൻ ചേഞ്ച് ആകുമ്പോൾ ശരിയാണ്, ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രീമിയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ സ്റ്റാർ SWOT ഈ 2 വാക്കുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ പ്ലേസ്ഡ് ആയാൽ പോലും നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ 2 സാധനങ്ങൾ നിങ്ങൾ മറക്കരുത്. അത് ഗോൾഡൻ റൂളാണ് ഇന്റർവ്യൂസിന്റെ ഉള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാലും അതിനെല്ലാം ഗ്രേസ്ഫുൾ ആയിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അജിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അവരുടെ അടുത്തുനിന്നുണ്ടായേക്കാം. സ്നേഹത്തോടെ സംസാരിക്കുക, അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു മനുഷ്യനുണ്ട്, ഞാൻ പേരൊന്നും പറയില്ല. ഇയാൾ എല്ലാവരാലും വെറുക്കപ്പെട്ടൊരു മനുഷ്യനാണ്. എല്ലാവരും വെറുക്കപ്പെട്ടൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങേരോട് ചിലപ്പോൾ സഹതാപം തോന്നും. ഇങ്ങനെ നല്ല നോളജ് ഉള്ള, വളരെ പാണ്ഡിത്യമുള്ള, ഞങ്ങളുടെ ക്യാമ്പസിലെ തന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നന്നായി വായിക്കുന്ന, നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. എന്തിനെ പറ്റി ചോദിച്ചാലും, ഈ സൂര്യന് കീഴിലുള്ള എന്തിനെ പറ്റി ചോദിച്ചാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ പുള്ളിയോട് നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് വിവരം കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരാളോട് പോലും മര്യാദയ്ക്ക് വെറുപ്പിക്കാതെ സംസാരിക്കാൻ അങ്ങനെ അറിയില്ല. ഞാൻ പറയേണ്ടത്, വെറുപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എക്സ്ട്രീമായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ വെറുപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് വെറുപ്പിച്ച് തന്നെ പറ്റും. അതുപോലെ നമ്മൾ അടിയറവ് നമ്മുടെ പേഴ്സണാലിറ്റി പണയം വെച്ചിട്ട് നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു ചായ കുടിക്കാൻ പോകാം, അല്ലെങ്കിൽ ഇന്ന് സദ്യ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അയാൾ അതിൽ കയറി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ഇത് പക്ഷെ ടഫായിട്ടുള്ള ചോദ്യമൊന്നുമല്ല. ചായ കുടിക്കാൻ പോകുന്നുള്ളത് നമ്മൾ സ്നേഹത്തോടു കൂടി ഒരാൾ ചോദിക്കുന്നതാണ്. പക്ഷെ നിങ്ങളെ ടഫായിട്ടുള്ള ഒരു ചോദ്യം തന്നിട്ട് അവർ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം നിങ്ങളുടെ നെറ്റി ചൊളിയുന്നു, അല്ലെങ്കിൽ കണ്ണിൽ ദേഷ്യം വരുന്നു, തിരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ പെട്ടെന്ന് സീരിയസ് ആവുന്നു, നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ ടെൻസ്ഡ് ആയി മാറുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇന്റർവ്യൂ ബോർഡിന് മനസ്സിലാവും യു ആർ നോട്ട് ഗോയിങ് ടു ടാക്കിൾ ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കൈകൾ ഇങ്ങനെ പിണഞ്ഞ് നമ്മൾ ടെൻസ്ഡ് ആയി ചിലത് ഇങ്ങനെ ഈ 2 വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. നെവർ എവർ ഡു ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്റർവ്യൂ ബോർഡ്. ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ ഈ തൊണ്ടയിലൂടെ ഇങ്ങനെ വെള്ളം ഇറക്കുന്ന ഒരു സംവിധാനമുണ്ട്. ചിലർക്ക് ഈ കൃതാവ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ വേർത്തുള്ളികൾ കുരിച്ചു വരും. പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയിരിക്കുന്ന നായകൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ വേർത്തുള്ളിൽ ഒഴുകി വരുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഹോസ്റ്റൈലായി മാറുന്നു എന്ന് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മനസ്സ്, നമ്മുടെ മൈൻഡ് ഇന്റർവ്യൂ ബോർഡിനെ ശത്രുവായി കണ്ടു തുടങ്ങി എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തി കൊടുക്കും. അതാണ്, അതൊരു നല്ല ടാക്ടിക്സ് ആണ്. അതായത് അവര് ചൊറിയുന്നത് അത് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ്. ഇപ്പൊ നാളെ നിങ്ങൾ ആ കമ്പനിയുടെ HR ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറെ റിക്രൂട്ട്മെന്റ് നിങ്ങളും ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. നമ്മുടെ തൊഴിലിന്റേത് പറയില്ല, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയുടെ ഭാഗമാണ് അതിനൊക്കെ ഗ്രേസ്ഫുൾ ആയിട്ട് മറുപടി കൊടുക്കാനുള്ളത്. എന്ത് ചൊറിവർത്താനം അവർ പറഞ്ഞാലും, ലോക്കൽ ലാംഗ്വേജ് പറയാം, എന്ത് ചൊറിയാൻ വന്നാലും നമ്മൾ അതിനെ തിരിച്ച് ഒരുപാട് ടെൻസ്ഡ് ആയി അല്ലെങ്കിൽ കയർത്തുകൊണ്ട് നിങ്ങൾ പറയണ്ട. ഞാനത് ഇന്നലെയോ ആദ്യത്തെ സെഷനിൽ ഞാൻ പറഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. അതായത് മാന്യമായിട്ട് നമുക്ക് അതിന് നെഗോഷിയേറ്റ് ചെയ്തൊരു മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ചിലപ്പോൾ വളരെ വിയേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം. അതായത് ഞങ്ങള് എടുക്കുന്നില്ല, നിങ്ങളുടെ ഈ മാർക്ക് ഇത് എന്ത് മാർക്കാണ്, ഇതിപ്പോ ആർക്കാണ് ഇപ്പോ ഞാൻ ഫുൾ A+ കാര്യം പറഞ്ഞില്ല. ആദ്യം 700 പേർക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ 50,000 പേർക്ക് ഉള്ളത്. ഈ ഫുൾ A+ കിട്ടാത്തപ്പോ ആരാ ഉള്ളത്?
അത് ഇതുകൊണ്ട് ഇപ്പൊ എന്താണ് കാര്യം? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലെ എത്രയോ മെഡിക്കൽ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ പിന്നെ നിങ്ങളെ തന്നെ എടുക്കുന്നത് എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള നമ്മളെ ഒന്ന് അജിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്നുമല്ല എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കും. ഇപ്പോ എന്റെ ഒരു സുഹൃത്ത്, ഞാൻ ഞാനിത് ഈ സുഹൃത്തുക്കളുടെ കാര്യം പറയുന്നത് എനിക്ക് ഒതന്റിക് ആയി പറയാൻ പറ്റുന്നതാണ്. പലരും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ശേഷം ഒരു ദിവസം സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിന് പോയിട്ട്, അവനിപ്പോ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞൊരു അക്കൗണ്ടിങ് ഫേമാണ്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പൊ അവൻ പറയുന്നത്, ഈ ഇന്റർവ്യൂവിന്റെ പകുതി സമയം, അതായത് 10 മിനിറ്റ് നീളുന്ന ഇന്റർവ്യൂ ആണ്, 5 മിനിറ്റിന് ശേഷം എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഒരുമാതിരി ചൊറിയുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്തിനാണ് ഈ കേരളം വിട്ട്, ഇത്ര സുന്ദരമായ സ്ഥലം വിട്ട് മലയാളത്തിൽ കൊണ്ടുവന്ന് പണിയെടുക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ പോരെ? അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് പിടിക്കോ? നിങ്ങൾ എപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലേക്ക് ഫോൺ ചെയ്യണമെന്നുള്ള ചിന്തയായിരിക്കില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് 2 കുഞ്ഞു കുട്ടികളുണ്ട്. ഈ കുട്ടികളെ ഒരു പിതാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ദുബായിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതിനെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ട് വളരെ പൊളൈറ്റ് ആയിട്ട് അതിന് ഡിസഗ്രി ചെയ്യാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. പക്ഷെ അവനെ ജോലി കിട്ടി, നല്ല ശമ്പളം ഉണ്ട്. ഏതാണ്ട് 1.5-2 ലക്ഷം രൂപ മാസം സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശമ്പളം അവനോട് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത്, നെഗറ്റീവിന്റെ ഒരു വലിയ മാനപ്പടക്കത്തിന് തിരികൊടുത്ത് വിട്ടാലും അതിനെ കൊണ്ട് അതിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുന്ന ഉള്ള ഒരു റിപ്ലൈ കറക്റ്റ് ആണ്. പിന്നെ എന്നോട് ചോദിച്ചു, ഈ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ അറിയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? അതെ അതെ അതെ, നമ്മൾ വേറെ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ അതൊക്കെ ഒരു ടാക്ടിക്സ് ആണ്. അതായത് വേറെ സ്ഥാപനത്തിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, അപ്പൊ അവിടുത്തെ ആളുകൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ എന്നുള്ള ചോദ്യങ്ങള്. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കും ടെൻഷൻ ആയിരുന്നു. ടെൻഷൻ കാരണം അവർ റിജക്ട് ചെയ്തു. ബട്ട് സെക്കൻഡ് അത് ക്രാക്ക് ചെയ്തു. 1 year ആയി വർക്ക് ചെയ്തു. കൺഗ്രാജുലേഷൻസ് രഹന, അത് അങ്ങനെ തന്നെ വേണം. ക്ഷമ ആക്ടിങ് സൂപ്പിന്റെ ഫലം ചെയ്യും. പലപ്പോഴും എന്റെ മദറും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ്. ഞാൻ പല കാര്യങ്ങൾക്ക് ധൃതി കാണിക്കുമ്പോൾ എന്നോട് പറയാനുള്ള കാര്യമാണ്, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും പോലെ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ, ഞാൻ ഒരിക്കൽ കൂടി പറയാനുണ്ടോ, നിങ്ങളുടെ ഈ സത്യസന്ധതയ്ക്ക് ഈ റൈറ്റ് സൈഡിൽ, എന്റെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കമന്റ്സ് ഞാൻ ഒത്തിരി നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ചോദിച്ചാൽ പോലും ഇത്രയും റെസ്പോൺസുകൾ പലപ്പോഴും കിട്ടാറില്ല. വെറുതെ വിടികസിരിക്കുന്ന ആളുകളെയായിരിക്കും നമ്മൾ കാണുന്നത്. ഫുൾ A+ കാര്യം പറഞ്ഞാൽ അപ്പോ ബാക്കി ഗ്രേഡ് വാങ്ങാനും അല്ല ആള് വേണ്ട എന്ന് ചോദിക്കും. അത് വളരെ കറക്റ്റ് ആണ്. ജസ്റ്റ് ആ ഒരു സാധനം, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇപ്പോ നമുക്കൊരു മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങണമെങ്കിൽ സെക്കൻഡും തേർഡും പൊസിഷൻ മേടിക്കാൻ ഒരാളില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുമോ? യേശുദാസ് നല്ലൊരു സിംഗറായി, അല്ലെങ്കിൽ AR റഹ്മാൻ എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന ഓസ്കാർ വിന്നിംഗ് മ്യൂസിഷ്യനായി, അല്ലെങ്കിൽ ഹാൻസ് സിമർ അങ്ങനെ ഒരു മ്യൂസിഷ്യനായി. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയത്? അവരെക്കാൾ ലെസ് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അവരോടൊപ്പം, നമുക്കൊരു കമ്പാരിസൺ വരുമ്പോഴാണല്ലോ നമുക്ക് കോമ്പറ്റീഷൻ വരിക. യേശുദാസിനെ യേശുദാസ് ആക്കി നിർത്തുന്നത്, അല്ലെങ്കിൽ യേശുദാസിനെ തട്ട് താണിരിക്കുന്നത്, യേശുദാസിനോത്തോളം എത്താൻ പറ്റാത്ത നമ്മളെ പോലുള്ള ഹതഭാഗ്യരായിട്ടുള്ള നമ്മളൊക്കെ പാട്ടുപാടി എങ്ങനെ ഇരിക്കും? നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ടുപാടുന്നവരുണ്ടാവും, ഞാനൊക്കെ പാട്ടുപാടി എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അങ്ങനെ ഒരു സമൂഹം പുറത്തുള്ളത് കൊണ്ടാണ് വിജയിപ്പിക്കുന്ന തിയേറ്ററിലെ എല്ലാ സിനിമകളും മാസീവ് ഹിറ്റുകളാകുന്നില്ല. അപ്പൊ സൂപ്പർ സ്റ്റാർ പടങ്ങൾ പോലും ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. അപ്പൊ ചില പടങ്ങൾ വിജയിക്കുന്നു. ഇപ്പൊ നമ്മൾ 300 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് കറക്റ്റ് വാക്ക് പറഞ്ഞിട്ടുണ്ട് സിനി കോമ്പറ്റീറ്റേഴ്സ്. 300 കോടി ക്ലബിൽ കയറുന്ന ഒരു സിനിമ 300 കോടി ക്ലബിൽ കയറി എന്ന് പറയുമ്പോൾ 50 കോടി ക്ലബിൽ കയറിയതും 10 ലക്ഷം കളക്ഷൻ കിട്ടിയതും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തു പോയിട്ട് സിനിമകൾ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് 300 കോടിയുടെ ആ ഒരു മാത്രം നമുക്ക് മനസ്സിലാവുക. എനിവേ, അപ്പൊ അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ട്രാക്കിലേക്ക് നിങ്ങൾ വീണിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്ന് പറഞ്ഞാൽ മതി, ജോബ് ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾക്ക്. നിങ്ങൾ ഈ കാണിക്കുന്ന എന്തൂസിയാസം കറക്റ്റ് ആയിട്ട് ടഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് അതിന് പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഫേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയുന്നു, ഫേക്ക് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ വരുത്തേണ്ട ഒരു മാറ്റമാണ്. അങ്ങനെയല്ല നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾ സംസാരത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. എന്ന് കരുതി അവിടെ പോയിരുന്ന് നട്ടാൽ മുളയ്ക്കാത്ത നുണ പറയണം, അല്ലെങ്കിൽ ഞാൻ വലിയ പുള്ളിയാണ് കാണിക്കണം എന്നുള്ള വർത്തമാനമല്ല പറയുന്നത്. നിങ്ങളുടെ സംസാരത്തില് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെൻഡ്സിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ ടൂൾസിനെ പറ്റിയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മളായിട്ടൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ പൊടിക്ക് മേമ്പൊടി ചേർക്കുക എന്ന് പച്ചമലയാളത്തിൽ പറയും. ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ സവാളയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യില്ലേ? അതുപോലെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ ഇതൊക്കെ, അത് വേറൊരു ടെക്നിക് കൂടിയാണ്. കാരണം
നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ ഇന്റർവ്യൂ ബോർഡ് അത് ഇതേവരെ ചോദിച്ചിട്ടില്ല എങ്കിൽ 100% കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് പല ഹോസ്പിറ്റലുകളിൽ ഒരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര വലിയ പ്രശ്നമാണ്. മെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് കത്തിച്ച് കളഞ്ഞാൽ അതിന്റെ ദുർഗന്ധം കാരണം പ്രശ്നമാണ്. ഇത് കുഴിച്ചിടാൻ പറ്റില്ല. ഇൻസിനേറ്ററിൽ നിന്നുള്ള പുക സമീപ സ്ഥാപനങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങളാകുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന നിങ്ങൾ ഇതിന്റെയൊക്കെ മാനേജീരിയൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോ ഇന്റർവ്യൂ ബോർഡ് നിങ്ങൾക്ക് പക്ഷെ അതിനെപ്പറ്റി നല്ലൊരു പുതിയ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നോളജി ഒരു ഹോസ്പിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ സാധനത്തെ പറ്റി നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ChatGPT ചോദിക്കുമ്പോൾ ChatGPT പറഞ്ഞു തരുമോ അല്ലെങ്കിൽ നിങ്ങളൊരു വാട്സാപ്പ് സ്കൂളിൽ കാണുമോ ഒക്കെ നിങ്ങൾ കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഇപ്പൊ ക്രൈസിസിനെ പറ്റി ചോദിക്കുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ക്രൈസിസിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചില്ല എങ്കിലും നിങ്ങളുടെ സംസാരത്തിൽ സർ ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് അത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി തീരും എന്നുള്ളത് പോലെ എന്നൊക്കെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ട്രെൻഡ്സ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ സപ്പോസ് ഇപ്പോ മത്സ്യം കയറ്റുമതി ചെയ്യുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രഷ് ഹോം പോലൊരു കമ്പനിയാണ് ഇതന്നെ പുതിയതായിട്ട് മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഫ്രീസിംഗ് മെക്കാനിസംസ്, അതായത് സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള റെഫ്രിജറേഷൻ ടെക്നോളജികൾ അല്ലാതെ പുതിയ എന്തെങ്കിലും ഒരു സാധ്യത അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ അത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾക്കത് അറിയാമെന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയാണ്, അറിയില്ലാത്ത കാര്യത്തെ പറ്റി ചുമ്മാ വെറുതെ പോയി പണി മേടിക്കരുത്. അങ്ങനെ തന്നെ പറയാണ്, അറിയാവുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പോകും. ഇത് എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന, അത് വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ ശ്രദ്ധയെ അട്രാക്ട് ചെയ്യാൻ ഉള്ള ഒരു കാര്യമാണ്. ഇതിലൊരു വലിയ അപകടമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ കയറി പിടിച്ചാൽ പിന്നെ തീർന്നു. അപ്പൊ അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് ഒരു ലീഡ് കിട്ടാൻ വേണ്ടി നമ്മുടെ എലവേറ്ററിനെ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത് എല്ലാ ഇന്റർവ്യൂസിലും വർക്കായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അവിടെ പോയിരുന്ന് നിങ്ങൾക്ക് ഏകദേശം 2-3 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അത് നിങ്ങളൊന്ന് ധ്വനിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കയറി പോകാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മാത്രം പരീക്ഷിക്കാവുന്ന ഒരു ടെക്നിക്കാണത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കൾച്ചറൽ ഫിറ്റ്നസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അത് വളരെ അതായത് ചില സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാൻ നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് പറ്റാത്ത ചില സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർവ്യൂവിലും അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതെ, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില ജോലികൾ മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻഡർ പറയാന്ന് വിചാരിക്കരുത്, ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ജോലികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഡിബേറ്റ് വെറുതെ നമ്മൾ തർക്കിച്ച് സമയം കളയാതെ അതിന്റെ വരുമരായികളെ പറ്റി നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് എയ്തർ യു ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്റർവ്യൂവില് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നലെ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞു, നമ്മൾ ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി മുഖത്തുണ്ടാവേണ്ടതിന്റെ കാര്യത്തെ പറ്റി നമ്മൾ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ നട്ടല് നിവർത്തി 2 കാലിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നിന്നിട്ട് ചെല്ലുമ്പോൾ ഒരു കോൺഫിഡൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള കുറെ നിങ്ങളുടെ ജെസ്റ്റേഴ്സ് ആൻഡ് മാനറിസംസ് നോൺ വെർബലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ടീച്ചർ ഒരു ചോദ്യം ചോദിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കണ്ണുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്കറിയാവോ അതെന്താണ്, ഇപ്പൊ വരാം, ഇങ്ങനെ വരാന്നൊക്കെ നമ്മൾ കണ്ണക്കടച്ച് നമ്മൾ കാണിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലും നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അത് അധികവും വർക്ക് ചെയ്യുന്നത് ഐ ആം സോറി സർ, ഐ ഹാവ് ടു ഗോ, ഞാൻ ബാക്കി റെക്കോർഡ് ക്ലാസ് കണ്ടോളാം. താങ്ക് യു കാർത്തിക, കുഴപ്പമില്ല, നല്ല വാക്കുകൾക്ക് നന്ദി. എന്തായാലും എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ടൊരു ക്ലാസ് ഇതുപോലെ ഓഫ്ലൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു കാർത്തിക. ഒത്തിരി നല്ല കമന്റുകൾ തന്ന ഒരു പാർട്ടിസിപ്പന്റ് ആണ്. ഐ ആം ഓൾസോ വെരി സോറി ദാറ്റ് യു ആർ ലീവിങ്. കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. താങ്ക് യു. സോ ബാക്ക് ടു നമ്മൾ പറഞ്ഞ കാര്യം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി പോസിറ്റീവ് മാർക്ക് തരുന്ന ഒരു സാധനമാണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവർക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളാണെങ്കിൽ അതിലേക്ക് പോവാതിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഐ കോണ്ടാക്ട് തന്നെയാണ്. ഏത് ചോദ്യം വന്നാലും നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ, നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ പറയാറില്ല, നിങ്ങളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം
നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് സത്യമാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടീച്ചർമാർക്ക്. ഞാൻ പിന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ട് വിദ്യാർത്ഥികളുടെ നേരെ നോക്കുമ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അതാ ഒരു സദസ്സിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നതെന്ന് ഒരു ട്രെയിനിങ് വേണ്ട അതിൻ്റെ അകത്ത്. ഐ കോണ്ടാക്ട് കൊണ്ട് നമുക്ക് മനസ്സിലാവും. കണ്ണിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ജസ്റ്റർ ആണ്. ദ നമ്പർ 1 എന്നുള്ളത് ഐ കോണ്ടാക്ട് തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈ കൈകൾ ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കുന്ന ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന്റെ പരിപാടിയുണ്ട്. പിന്നെ കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മലയാളിക്ക് അത് ഭയങ്കര രസമാണ്. നമ്മള് ചില കല്യാണ വീട്ടിലൊക്കെ ചെന്ന് നമ്മൾ സൊറ പറഞ്ഞിരിക്കുന്ന പോലെ പായസമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ബീഫൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ മഴയും കണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ കാലാട്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ട്. അത് ഒരിക്കലും ചെയ്ത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ശരിയാക്കാൻ പറ്റുമെന്ന്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ട്രെയിനിങ് എടുക്കാതെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കാലാട്ടിയിരിക്കും, ഉറപ്പാണ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, 2 കാലിൽ നമ്മൾ നിൽക്കാൻ കറക്റ്റ് ആയിട്ട് പഠിക്കാത്തവണ്ണം നമ്മളുടെ വെയിറ്റ് ഒരു കാലിൽ കൊടുത്തേ നമ്മൾ നിൽക്കുള്ളൂ. കറക്റ്റ് ആയിട്ട് ഷർട്ടും സ്യൂട്ടും അല്ലെങ്കിൽ കോട്ടും അല്ലെങ്കിൽ പാൻസും അല്ലെങ്കിൽ ഷൂസിന്റെ ലൈസും നമ്മൾ കെട്ടിപ്പടിക്കാതെ ചിലപ്പോൾ നിങ്ങളെ പച്ച പരിഷ്കാരി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അയൽവക്കത്തെ തിയേറ്ററോ ചേച്ചിയോ കളിയാക്കിയിരിക്കാം. പക്ഷെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നിടത്തോളം അത് നിങ്ങൾക്ക് അത് ഒരിക്കലും പറ്റില്ല. വളരെ നല്ല കമന്റ് ആണ് ജസ്ന പറഞ്ഞിരിക്കുന്നത്. ചെയർ വലിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്. മിക്കവാറും നിങ്ങൾ ചെയർ വലിച്ചിടേണ്ടി വരില്ല. ഒരാൾക്ക് ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് കാലിന്റെ നീളം നമ്മൾ ഇരിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന കാലിന്റെ നീളം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടായിരിക്കും അവിടെ കസേര ഇട്ടിട്ടുണ്ടാവുക. ഇനി നമുക്ക് മുന്നേ പോയവൻ അത് തള്ളി പുറകിലേക്ക് ഇടുവോ അല്ലെങ്കിൽ മുമ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് വലിച്ചിടുമ്പോൾ ആ പ്രദേശം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ കരകരാന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ആ കരകരാന്നുള്ള ഒച്ച കേട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസും പോകും. നമ്മളിത് പ്രതീക്ഷിച്ചായിരിക്കില്ല പോകുന്നത്. നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് കസേര വലിച്ചിടുന്നതായിരിക്കും. പക്ഷെ ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഞാനിത് ചെയ്തതായിരുന്നു എന്ന് തോന്നും. നെഗറ്റീവ് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചെയർ വലിച്ചിടുന്ന ഒരു പരിപാടി, നിങ്ങൾ കൈകൾ മേശപ്പുറത്ത് വെക്കുന്ന പരിപാടി, പിന്നെ നിങ്ങളുടെ ഫയൽ കൊടുക്കുമല്ലോ, ഫയൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ 2 കൈ കൊണ്ടും ഒരു ബിഫോർ സിറ്റ് അത് പെർമിഷൻ മേ ഐ കം എന്നുള്ള പെർമിഷനും മിക്കവാറും ഇന്റർവ്യൂകളിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് അവർ പറയും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മേ എന്നുള്ള ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. മിക്കവാറും പേര് ടേക്ക് യുവർ സീറ്റ് എന്ന് ആദ്യം തന്നെ പറയാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ഇരിക്കുക. പിന്നെ ഈ ഫയലൊക്കെ കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് കൊടുക്കാതിരിക്കുക. ഇനി ഞാൻ പറയുന്നത് ഇടത് കൈക്ക് മാത്രമാണ് ചിലർക്ക് സ്വാധീനമുള്ളത്. ചിലർ ഇടത് കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ എക്സെപ്ഷണൽ ആണ്. ഞാൻ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി പറയുന്നതല്ല. സാധാരണ നിങ്ങൾ ചെയ്യുന്ന ഒരു എറ്റിക്യൂട്ടിന്റെ ഭാഗമായി പറയുന്നേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഡൂയിങ് വിത്ത് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഇറ്റ്സ് ടോട്ടലി ഓക്കെ. ആരും നിങ്ങൾ അതിന് ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് കൊടുക്കുന്ന രീതി, ഫോൾഡറിനുള്ളിൽ നിന്നൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുമല്ലോ. ചിലർ അത് അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചിട്ട് വലിക്കുമ്പോൾ പകുതി അതിനകത്ത് ഉടക്കി നിൽക്കും. ചിലപ്പോൾ വലിക്കുമ്പോൾ കീറിപ്പോയി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വരെ ഗ്രേഡ് കാർഡുകൾ വരെ കീറിപ്പോകുന്ന. ഞാൻ ജോലി ചെയ്യുന്ന സർവകലാശാലയിൽ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കിസ്റ്റുകളുടെ ആപ്ലിക്കേഷൻ വരാമെന്ന് ഇറക്കും. അപ്പൊ ചിലർ വന്ന് പറയുന്നത് പറയുമ്പോൾ സാറേ ഫയലിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ കീറിപ്പോയി. അപ്പൊ ഇത് ശ്രദ്ധിക്കണ്ടേ സാർ, അത് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എടുത്ത് കൊടുത്തപ്പോൾ സിപ്പിനിടയിൽ കുടുങ്ങി, അല്ലെങ്കിൽ ആ ഫോൾഡറിന്റെ മറ്റേ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് ഞാൻ റിലീസ് ചെയ്യാൻ വിട്ടുപോയി, ഒറ്റ വലിച്ചാൽ കീറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. അത് നമുക്കൊരു വെപ്രാളം വരുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാലാട്ടുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ കഴിഞ്ഞ 10 20 ഇപ്പൊ 10 25 വയസ്സൊക്കെ ആയാലും നമുക്കൊക്കെ, അപ്പൊ ഈ 25 അല്ലെങ്കിൽ 30 വയസ്സിനിടയിൽ നമ്മൾ ഇങ്ങനെ കാലുകൾ ആട്ടി 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 നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഇങ്ങനെ ആടുന്ന ഒരു ശീലം നമുക്കുണ്ട്. അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിരലിന്റെ ഞെട്ടൊടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് മാറുമ്പോൾ അതിന് ട്രെയിനിങ് എടുക്കാതെ ഒരു കാരണവശാലും, ബോഡി ലാംഗ്വേജ്, ഈ പറയുന്ന എല്ലാം ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഒരിക്കലും നമുക്കതിനെ ഓവർകം ചെയ്യാനോ ടാക്കിൾ ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ട്രെയിൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ ട്രെയിനിങ് എടുത്ത ശേഷം ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പോവുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 or 2 ദിവസം കൊണ്ട് നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. അത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊരു പുതിയ റിസർച്ച് മേഖലയാണ്, ഒത്തിരി റിസർച്ച് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ബ്രെയിനിനെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത്, മസ്തിഷ്കത്തെ എങ്ങനെയാണോ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, ആ ട്രെയിനിങ് ഒരിക്കലും അതിൻ്റെ അകത്ത് ഇംപ്രന്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ ഒരു ട്രെയിനിങ്ങിലേക്ക്, ഒരു പുതിയ സെറ്റിങ്ങിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കല് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഓവർനൈറ്റ് മാറുന്ന ഒരു സംഭവമല്ല. 24 മണിക്കൂർ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് ഇറ്റ് റിക്വയർസ് എ ഗുഡ് എമൗണ്ട് ഓഫ് ട്രെയിനിങ്. അപ്പൊ അതുകൊണ്ട് ട്രെയിനിങ് മിനിമം 10 ദിവസമെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പോകാവുള്ളൂ.
എങ്കിൽ മാത്രമേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ കൈകൾ ഇങ്ങനെ പിണയ്ക്കാതെ കൈകൾ ഇങ്ങനെ സ്വതന്ത്രമായി ഈ കൈകൾ റിലീസായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ സുഖമുള്ള ഒരു അവസ്ഥയാണ്. ഈ സ്മാർട്ട് ഫോണുകൾ വന്നതിൽ പിന്നെ ഒരിക്കലും നമ്മുടെ കൈകൾ ഫ്രീ അല്ല. പലപ്പോഴും ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, ഈ യൂണിഫോമിന്റെ ഭാഗമായിട്ട് ചിലർക്ക് ഈ പെൺകുട്ടികൾക്ക് ഇപ്പൊ പിന്നെ അതും പാൻസ് ആയി. മിക്കവാറും പെൺകുട്ടികൾക്ക് പണ്ട് ഈ പാവാടയും പിന്നെ ഒരു ഷർട്ടുമായിരുന്നല്ലോ പല സ്കൂളുകളിലും വേഷം. അപ്പൊ ഇതിനൊന്നും പോക്കറ്റ് ഉണ്ടാവില്ല. അപ്പൊ മിക്കവാറും പെൺകുട്ടികളുടെ കൈകളിലെല്ലാം ഈ കർച്ചിപ്പ് ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികൾക്ക് പിന്നെ പാൻസോ ട്രൗസറോ ആയതുകൊണ്ട് എവിടെയെങ്കിലും ആ കർച്ചിപ്പ് കയറ്റിയിട്ട്. അപ്പൊ ഇവരുടെ കൈകൾ ഒരിക്കലും സ്വതന്ത്രമല്ല. അപ്പോ പുതിയ യൂണിഫോം കോഡിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മുടെ കൈകൾ സ്വതന്ത്രമായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു അവസ്ഥയാണ്. ഈ സ്മാർട്ട് ഫോണുകൾ നമ്മളിങ്ങനെ കയ്യിൽ താങ്ങി ഏതാണ്ട് 1/4 കിലോ വരും, ഒരു 250 ഗ്രാം വരും ഒരു സ്മാർട്ട് ഫോണിന്റെ ആവറേജ് സ്മാർട്ട് ഫോൺ, അതിന്റെ സ്ക്രീൻ ഗാർഡും ബാക്ക് കവറൊക്കെ കൂടിയിട്ട്. അപ്പൊ ഇത് ഈ കൈകൾ സ്വതന്ത്രമായി നമ്മൾ ഇന്നേ വരെ വെച്ചിട്ടില്ല. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ ഈ സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കൈകൾ ഒന്ന് ഫ്രീ ആയി കിട്ടിയാൽ മാത്രമേ ഇതിനെ ഏത് പോസ്റ്ററിൽ, ഇത് തമാശ പറയല്ല, സ്മാർട്ട് ഫോണിനെ വെറുതെ കുറ്റം പറയല്ല, അല്ലെങ്കിൽ നമ്മൾ കീബോർഡിലായിരിക്കും എപ്പോഴും. അപ്പൊ ഇതിൽ നിന്ന് ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ കൈകളൊന്ന് സ്വതന്ത്രമാക്കിയിട്ട് അതിനെ എങ്ങനെ നമ്മൾ പ്രോപ്പറായി അലൈൻ ചെയ്യണം ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിന്ന് പഠിക്കാൻ. അതുകൊണ്ട് അതിനൊരു ട്രെയിനിങ് തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ പറയുകയുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിർച്വൽ ഇന്റർവ്യൂസ് ആണെങ്കിൽ അതുകൂടി പറയണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഓഫ്ലൈൻ ഇന്റർവ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങളൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ്, വേണ്ട അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ക്യാമറ കറക്റ്റ് ആണോ, അത് പ്രോപ്പർലി കാലിബ്രേറ്റഡ് ആണോ, നിങ്ങളുടെ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അധികവും മൊബൈൽ ഡേറ്റയിൽ നിന്ന് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഡേറ്റ ഒരു ബാക്കപ്പിന് വേണ്ടി മാത്രം വയ്ക്കുക. വൈഫൈയിലൂടെ അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മൊബൈൽ ഡേറ്റയുടെ സ്പീഡ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അത് വേരി ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഇത് ബ്ലറായി പോകുന്നതെങ്കിൽ അവർക്കും അത് സമയം നഷ്ടമാണ്, നമുക്കും സമയം നഷ്ടമാണ്. അതുകൊണ്ട് വൈഫൈ ഉള്ള ഇടങ്ങളിൽ, വീട്ടിൽ വൈഫൈ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും സ്ഥലത്ത് പോയി ഇരുന്നാലും കുഴപ്പമില്ല. വെൽ ലിറ്റ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം. നിങ്ങളുടെ മുഖത്ത്, ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഹജ്ജിന്റെ തീർത്ഥാടന കാലമാണ്. അപ്പൊ ഹജ്ജിന് വേണ്ടി 100 വോളണ്ടിയർമാരെ അവർ തെരഞ്ഞെടുക്കുന്നുണ്ട്. സർക്കാർ സർവീസിലുള്ള സ്റ്റാഫിനെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ അവള് എന്റെ അടുത്ത് വന്നിട്ട്, എന്റെ സുഹൃത്താണ്, അവളെന്നോട് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെയാണ് അവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിക്വയർമെന്റ്സ് എന്നെ കാണിച്ചു. അപ്പൊ അതിലവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത്ര MP റെസൊല്യൂഷനുള്ള ക്യാമറയുള്ള ലാപ്ടോപ്പ് ആയിരിക്കണം, വൈഫൈക്ക് മിനിമം 20 MB/s സ്പീഡ് വേണം, വെൽ ലിറ്റ് ആയിട്ടുള്ള റൂം ആയിരിക്കണം, മൈക്രോഫോൺ പ്രോപ്പർലി കാലിബ്രേറ്റഡ് ആയിരിക്കണം, ഒരു കാരണവശാലും ആ റൂമിൽ നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടാകരുത്. അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവര് ക്യാമറ തിരിച്ച് സറൗണ്ടിങ്സ് കാണിക്കാൻ പറയും. അതുകൊണ്ട് ആ റൂമിൽ വേറെ ആരും ഉണ്ടാകരുത്. പിന്നെ വീട്ടിൽ എനിക്ക് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണ് പറയാനുള്ളത്, നമ്മുടെ പൊന്നോമന മക്കൾ, അവർ പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയത്ത് മക്കളല്ല, ഹസ്ബൻഡല്ല, അച്ഛനല്ല, അമ്മയല്ല, ആരും ആ ഫ്രെയിമിൽ വരാതെ ശ്രദ്ധിക്കുക. അത് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അത് അവരോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അറിയുന്ന ശബ്ദം, ഇതൊക്കെ ചില സമയത്ത് സംഭവിച്ചു പോകും. അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിലുള്ള സംഭവങ്ങളല്ല. പക്ഷെ എന്നാലും പരമാവധി അങ്ങനത്തെ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും. ഒരിക്കലും ഇങ്ങനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോഴി കൂവുന്ന ഒച്ച കാരണം എനിക്ക് അവിടെ പറയേണ്ടി വന്നു, ദയവ് ചെയ്ത് അത് ഇതുപോലത്തെ നിങ്ങൾ കേട്ടിരിക്കേണ്ട ഇന്റർവ്യൂ അല്ല, അത് കുറച്ച് പേരുള്ള ഇന്റർവ്യൂ അല്ല, ഒരു 20 പേരടങ്ങുന്ന ഒരു ട്രെയിനിങ് സെഷനാണ്. അപ്പൊ എല്ലാവരും സംസാരിക്കണം. ഇത് ഈ മൈക്കോ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റില്ല. ആ ഡിസ്കഷൻ നടക്കുമ്പോൾ കോഴി കരയുന്ന ശബ്ദം, പൂവൻകോഴി കൂവുന്ന ശബ്ദമാണ് അതിലൂടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റർബൻസ്. ഞാനാണെങ്കിൽ ഒരു ഹോളിൽ ഇരുന്നിട്ട്, സെമിനാർ ഹാളിൽ ഇരുന്നിട്ട്, എന്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് ആ ട്രെയിനിങ് ഞാൻ ചെയ്തത്. അപ്പൊ ഒരു കോൺഫറൻസ് സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. ഈ സ്പീക്കറിലൂടെ ഈ കോഴിയുടെ ഒച്ച 10-20 ഇരട്ടി ശബ്ദത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെറ്റിങ്സ് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ മൃഗങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാകും. ചില വീട്ടിൽ പെറ്റ്സ് കരയുന്ന ശബ്ദം ഉണ്ടാവും. അതൊന്നും ഒരു പ്രൊഫഷണൽ എത്തിക്സിന്റെ ഒരു എത്തിക്സ് അല്ല, എറ്റിക്വറ്റിന്റെ ഭാഗമല്ല. അപ്പോ വളരെ വെല്ലിറ്റായിട്ടുള്ള ടെക്നിക്കലി നമ്മൾ വേറെ ഗ്ലിച്ചുകളൊന്നും വരാത്ത രീതിയിലേക്ക് നിങ്ങൾ ഓൺലൈൻ ഇന്റർവ്യൂവിന് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതുണ്ട്.
പിന്നെ ടൈം ഒരു പ്രശ്നമാണ്. പലപ്പോഴും അമേരിക്കൻ അല്ലെങ്കിൽ കനേഡിയൻ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ടൈമിലായിരിക്കും നമ്മൾ ഇന്റർവ്യൂ. അപ്പൊ 4-5 മണിക്കൂർ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും രാത്രി കാലങ്ങളിൽ നടക്കുന്ന ഇന്റർവ്യൂ നമ്മൾ കൂർക്കം വിളിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മളെ ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ ഇവിടെ വിർച്വലി തയ്യാറായി നിൽക്കേണ്ടത്. ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചറിയാം, പലരുടെയും ക്ലയൻസ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അവർ ഉറങ്ങിയിരിക്കുന്നത്. അപ്പോ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ ഈ രാത്രിയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കാലാട്ടുന്ന ശീലം പോലെ കഴിഞ്ഞ 10-25 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായി ഉറങ്ങുന്ന ഒരു സമയത്താണ് നമ്മുടെ ഇന്റർവ്യൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ കയറിയിരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരും, നമ്മൾ കോട്ടുവായിടാനൊക്കെ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരുന്ന് കോട്ടുവായി ഇടരുത്. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ മനുഷ്യന്മാരാണ് ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സാലറിയെ പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും സാലറിയെ പറ്റി പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുംപിടുത്തം പിടിക്കാതെ എപ്പോഴും അതിനൊരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള നെഗോഷ്യബിൾ എന്നാണ് കറക്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് തീരുമാനിക്കാം. എനിക്ക് അങ്ങനെ കടുംപിടുത്തമില്ല, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്തായാലും പറയും. നിങ്ങൾ ഒരിക്കലും പറയാതിരിക്കരുത്. ഞാൻ ഈ പൊസിഷനിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ് ഞാൻ എന്റെ സാലറി ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വരില്ല എന്നല്ല പറയേണ്ടത്, പക്ഷെ അത് നെഗോഷ്യബിൾ ആണ്, ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയി വേണം അത് നിർത്താൻ. ഒരു ക്വസ്റ്റ്യൻ അല്ല, ആൻസർ ആയിട്ട് വേണം അത് നിർത്താൻ. അതൊരു പ്രൊഫഷണൽ എറ്റിക്വറ്റിന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയില്ലേ. നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ മെയിൻ റോഡിലൂടെ പോകുന്ന ഒരു വണ്ടിക്കാണ് സർവീസ് റോഡിൽ നിന്ന് വരുന്ന വണ്ടി പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതായത് സർവീസ് റോഡിൽ നിന്ന് നമ്മൾ കയറി മെയിൻ റോഡ് ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹൈസ്പീഡിൽ വരുന്ന വാഹനം കടന്നു പോയ ശേഷം വേണം നമ്മൾ നമ്മുടെ സിഗ്നൽ കൊടുത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ കയറാൻ. അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ കാണുമ്പോൾ ബ്രേക്ക് ചെയ്ത് അവർക്ക് സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു മര്യാദ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ഡ്രൈവർ എന്ന രീതിയിൽ നമ്മുടെ ഒരു ബേസിക് ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചും അങ്ങോട്ട് റെസ്പെക്ട് കിട്ടുള്ളൂ. എന്നുള്ളത് പോലെ തന്നെ സാലറിയുടെ കാര്യം പറയുമ്പോൾ എവിടെയും പ്രശ്നം സാലറിയും സാലറി പാക്കേജും ഫിനാൻഷ്യൽ മാറ്റേഴ്സും ആണല്ലോ. സാമ്പത്തികമാണ് എവിടെയും പ്രശ്നം. നമ്മളിപ്പോ എത്രയൊക്കെ നമ്മൾ ബാക്കി കാര്യങ്ങളെ ഒക്കെ നമ്മൾ പറഞ്ഞാലും പല ജോലികളും നമ്മൾ ഉപേക്ഷിക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല ജോലിയും നിങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം മറ്റൊന്നുമല്ല വർക്ക് പ്രഷറോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടോ ആരേപിച്ചുകൊണ്ടൊന്നുമല്ല, കിട്ടുന്ന സാലറി ഭയങ്കര മോശമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സാലറിക്ക് വേണ്ടി നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയും എന്ന് കരുതി 50,000 രൂപ ഉള്ളൊരു ജോലിക്ക് 3 ലക്ഷം വേണമെന്ന് പോയി പറഞ്ഞേക്കരുത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എത്ര കിട്ടും. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സാലറി നിങ്ങൾ കടംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല. ഒരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വേണ്ടത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളാണ് എവിടെ ചെല്ലുമ്പോഴും ചോദിക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് HR പോസ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 വർഷം നിങ്ങൾ HR ആയ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് വേറെ കമ്പനിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലാണ് എങ്കിൽ നിങ്ങൾ സാലറിക്ക് വേണ്ടി ഒരുപാട് കടുംപിടുത്തം പിടിക്കരുത്. നിങ്ങൾക്കൊരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാലറി നെഗോഷിയേഷനിൽ 2 കാര്യമാണ് ഓർക്കേണ്ടത്. ഒന്ന്, ഇഫ് യു ആർ എ ബിഗിനർ, നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിന്റെ കടുംപിടുത്തത്തിലേക്ക് പോകാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഹൈക്കിനെ പറ്റിയിട്ടല്ല, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാലറി എത്രയാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ അതൊരു ഓപ്പൺ എൻഡഡ് ആയിട്ട്, അതിന് പിന്നെ വേറെ ഡിസ്കഷൻ ഒന്നും പാടില്ല എന്ന രീതിയിലേക്ക് ഇത് കിട്ടിയാലേ ഞാൻ വരുള്ളൂ എന്ന രീതിയിലേക്കുള്ള കടുംപിടുത്തത്തിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പറയുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ എപ്പോഴും ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള നമ്മളൊരു കുറച്ച് ഫ്ലെക്സിബിൾ ആയി സംസാരിക്കുന്നതാണ് അത്തരം കാര്യങ്ങളിൽ നല്ലത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ കൊടുക്കേണ്ട എന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഫ്രഷേഴ്സ്. കറക്റ്റ് ആണ് സഫീറ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനും പല ജോബ് ഫെയറിനൊക്കെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ വിടുന്ന കമ്പനി നമ്മളോട് പറയുന്നത് സാറേ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ അവരെടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആസ് എ ബിഗിനർ ഐ ആം ഓപ്പൺ ടു സാലറി ഹോസ്പിറ്റൽ ഓഫീസ്, മൈ മെയിൻ ഫോക്കസ് ലേണിംഗ് ആൻഡ് യെസ്. വളരെ കറക്റ്റ് ആണ് രഹന ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ നല്ലൊരു മറുപടിയാണ്. ഞാനത് ഈ ഒരു ബിഗിനർ എന്ന രീതിയിൽ എനിക്ക് വേണ്ടത് എക്സ്പീരിയൻസും അതുപോലെ തന്നെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് സാലറിയേക്കാൾ ഞാനൊരു
എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള മറുപടി ജഹൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഉത്തരമാണത്. അതോടൊപ്പം തന്നെ നിങ്ങൾ അഡാപ്റ്റിംഗ് ടു ചേഞ്ചിനോട്, നിങ്ങൾ മാറ്റങ്ങളോട് നിങ്ങൾ എപ്പോഴും സർവാത്മന ഒരു തുറന്ന മനസ്സുള്ള ആളുകളാണ്. സിനത്ത് പറയുന്നു സാലറി ഇസ് നോട്ട് ദ ഫസ്റ്റ് പ്രയോറിറ്റി, അക്കോർഡിംഗ് ടു മൈ എബിലിറ്റി. അത്രേ ഉള്ളൂ. കറക്റ്റ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സാലറിയേക്കാൾ ഒരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. താങ്ക് യു ഫോർ ദ 3 കമന്റ്സ്. അപ്പോ ഈ ചേഞ്ചുകളോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ, അതായത് നമ്മളിപ്പോ ഈ സാധാരണ 10 to 5 വർക്ക് മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിലൊരു ജോലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ 8 മണിക്കൂറാണല്ലോ ഇപ്പൊ സാധാരണ പറയുന്ന ഒരു ജോലി സമയം എന്ന് പറയുന്നത്. 8 മണിക്കൂർ 24 മണിക്കൂറിന്റെ ഏതെങ്കിലും ഒരു 1/3 നമ്മൾ ജോലി ചെയ്യുന്ന കൺസെപ്റ്റേ ഉള്ളൂ. പക്ഷെ ഈ ജപ്പാനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സന്തോഷ് തോറുകളങ്ങനെ വീണ്ടും സഞ്ചാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജപ്പാനിൽ നിങ്ങൾ അവധി ദിവസം എന്ന് പറയുന്ന പരിപാടി അവർക്കില്ല. നിങ്ങൾ ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഇങ്ങനെ അടുത്ത ജോലി എന്ത് എന്ന് തേടി ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ്. മാത്രമല്ല അവര് ഈ ഗ്ലോബൽ ജോബ് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചുകളോട് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യപ്പെടുന്ന ആളുകളാണ്. അതായത് അവരുടെ നാട്ടിൽ ഒരു കാലത്ത് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ തകർന്നടിഞ്ഞു പോയ ജപ്പാൻ ഇപ്പോഴും സുനാമിയും ഭൂമികുലുക്കങ്ങളും എപ്പോഴും ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട് ടെക്നോളജി ടൈഗേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ GDP ഉള്ള രാജ്യമായി വളരുന്നത് അവിടുത്തെ വർക്ക് ഫോഴ്സിന്റെ അല്ലെങ്കിൽ ആളുകൾക്ക് പണിയെടുക്കാനുള്ള സന്നദ്ധത കൊണ്ടാണ്. അപ്പൊ ആ ഒരു ജനതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചേഞ്ച് ഇട്ട്, പ്രത്യേകിച്ച് ടെക്നോളജിയിലെ ലോകത്തിലെ എന്ത് ചേഞ്ച് വന്നാലും അതിനെ സർവാത്മന സ്വാഗതം ചെയ്യാൻ ജാപ്പനീസ് ജനത, ഇപ്പൊ ചൈനക്കാരും അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈനയെ നമ്മൾ ടെക്നോളജി ടൈഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു കാലത്ത് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ചൈന സാധനമല്ലേ, ചൈന പ്രോഡക്റ്റ് അല്ലേ, അമ്പലപ്പറമ്പിൽ ഉത്സവപ്പറമ്പിലും കിട്ടുന്ന സാധനം നമ്മൾ കളിയാക്കുമായിരുന്നു. ഇന്ന് ഐഫോൺ നിർമ്മിക്കുന്നതും ഇന്റലിന്റെ മദർ ബോർഡുകൾ നിർമ്മിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെയും ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും ചൈനയാണ്. ഇന്ത്യയും ഇപ്പോൾ ഒരുപാട് മാനുഫാക്ചറിങ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യക്ക് വലിയ ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നില്ല. ഐഫോൺ ഉൾപ്പെടെയുള്ള ഐഫോൺ 17 ഒക്കെ കംപ്ലീറ്റ് അസംബിൾ ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്നാണ്. ടാറ്റയും വിസ്ട്രോൺ എന്ന് പറയുന്ന മറ്റൊരു ടെക് ഭീമനും ചേർന്നാണ്. അതുപോലെ ഫോക്സ്കോൺ പോലുള്ള കമ്പനികൾ. ഈ കമ്പനികളിലൊക്കെ മാനേജർമാരുടെ ഇന്റർവ്യൂ, HR-മാരുടെ ഇന്റർവ്യൂ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഹോം ഗ്രോൺ ബ്രാൻഡാണ് സോഹോ എന്ന് പറയുന്നത്. ഈ അടുത്തിടെ അറട്ടൈ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സഞ്ചർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് വാട്സാപ്പ് പോലെ, സിഗ്നൽ പോലെ, ടെലിഗ്രാം പോലെ തന്നെ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട്. വളരെ സേഫായി നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ആപ്പാണ് അറട്ടൈ, ARITTAI. അത് തമിഴ്നാട്ടിലെ തെങ്കാശി സ്വദേശിയായ ശ്രീധർ വെമ്പു എന്ന് പറയുന്ന ഒരു ടെക് വിദഗ്ധന്റെ സോഹോ കോർപ്പറേഷൻ ആണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോഹോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടാഗ്ലൈൻ തന്നെ പ്രൗഡ്ലി ഹോം ഗ്രോൺ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഹോം ഗ്രോൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് സോഹോയുടെ ഫൗണ്ടർ ശ്രീധർ വെമ്പു പറയുന്നുണ്ട്, തെങ്കാശിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിലേക്ക് വളർന്നത് എന്ന് പറയുമ്പോൾ അത് ഇന്റർവ്യൂ പറയുന്നുണ്ട്, വി വർ നോട്ട് റെസിസ്റ്റന്റ് ടു ചേഞ്ച് അവർ പോളിസീസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പോളിസികളെ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി മാറില്ല എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഒരിക്കലും നിന്നിട്ടില്ല. ഞങ്ങൾ എപ്പോഴും മാറ്റങ്ങളെ സർവാത്മനെ സ്വാഗതം ചെയ്യുന്ന ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ രീതിയിലേക്ക് സോഹോ വളർന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കാര്യം കറക്റ്റാണ്. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ചേഞ്ചിനോട് വിമുഖത കാണിക്കാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെന്ന് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങളുടെ ഉത്തരങ്ങളിലൂടെ, നിങ്ങളുടെ മറുപടികളിലൂടെ നിങ്ങൾ അവർക്ക് അങ്ങനെ ഒരു 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 ലീഡ്, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എലിവേറ്ററിന്റെ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. ഇതെല്ലാം ഒന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചിലപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി വേണ്ട ജോബുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വളരെ VIPs ആയിട്ടുള്ള ആളുകളുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ റുപ്പീസ് സിമ്പിൾ നമ്മുടെ തമിഴ്നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ തന്നെ പല ക്വിസുകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു പേരാണ്. IIT-യിലാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒന്ന് അറിയാമെങ്കിൽ ഒന്ന്. ഉദയ, അതെ. ഞാനിത് ആ സമയത്ത് ഞാൻ പല ക്വിസുകൾക്കും ക്വിസ് മാസ്റ്ററായി പോയപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്. താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ ദാറ്റ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അപ്പൊ അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്,
എവിടെ പോയാലും പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിൽ പോയാലും ചിലപ്പോൾ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യേണ്ട വന്നേക്കാം. മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാല് ഞാനിപ്പോ യു ആർ ഓൾസോ തമിഴ്, ഐ ആം ഓൾസോ തമിഴ്. അത് ജസ്ന തമിഴ്നാട്ടുകാരിയാണല്ലേ? ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? സോറി, എന്നെ മറന്നു. മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ നമുക്ക് വന്നേക്കാം. അത് ഇനിയുള്ള കാലത്ത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് മൾട്ടി എന്നുള്ളതിനെ മാറ്റി ടാസ്ക് എന്ന് തന്നെ ആക്കിയാൽ മതി. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, റെസ്റ്റോറന്റിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അവർ ഓർഡർ എടുക്കുന്നതെല്ലാം ഒന്നും വേണ്ട, പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാത്ത ആരുമില്ലല്ലോ. ഈ പെട്രോൾ അടിക്കാൻ നേരത്ത് പണ്ട് കാലത്ത് നമ്മൾ കാശ് കൊടുത്ത് പെട്രോൾ അടിക്കായിരുന്നല്ലോ. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുകിൽ അവിടെ UPI പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാം. ഇനി കാർഡ് പേയ്മെന്റ് തന്നെ NFC, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉള്ള കാർഡാണെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ തന്നെ പൈസ ഇടും. അപ്പൊ അവിടെ ഈ നിൽക്കുന്ന ഒരു എംപ്ലോയി, ഞാൻ ജോലി ചെയ്യുന്ന കാലിക്ക് അടുത്തുള്ള ഒരു പമ്പിൽ ഞാൻ ഒരു ദിവസം UPI തുടങ്ങിയ സമയത്ത് ഞാനൊരു പമ്പുകാരനൊരു ചേട്ടനോട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് പെട്രോൾ അടിക്കൽ നിർത്തൂ എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ അടുത്ത് പലപ്പോഴും ചേഞ്ച് ഉണ്ടാവാറില്ല. അപ്പൊ നമ്മൾ UPI പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ സമ്മതിക്കില്ല. ഇയാളുടെ വിചാരം എന്തോ വലിയ തട്ടിപ്പാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആ പമ്പില് എല്ലാ കൗണ്ടറിലും UPI പേയ്മെന്റ് ആയി. ഈ മനുഷ്യൻ UPI പേയ്മെന്റ് തുടങ്ങിയപ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ? കാർഡ് പേയ്മെന്റ് നിർത്തി. അപ്പോഴും ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ കാർഡ് പേയ്മെന്റ് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേട്ടന് വീണ്ടും എല്ലാവരും UPI പേയ്മെന്റ് ആണ്. പക്ഷെ ഇപ്പൊ ആ മനുഷ്യൻ കാർഡ് പേയ്മെന്റും ഉണ്ട്, അവിടെ NFC ഉണ്ട്. ഞാൻ പറയുന്നത് പല കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ ചെയ്യേണ്ട വരും. ഇപ്പൊ അക്കൗണ്ട് കീപ്പിംഗിലാണെങ്കിൽ തന്നെ UPI പേയ്മെന്റ് വഴിയുള്ള സാധനം നമ്മൾ നോക്കേണ്ട വരും, കാർഡ് പേയ്മെന്റ് വഴിയുള്ള നോക്കേണ്ട വരും, ഇൻ ക്യാഷ് ആയിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ പെട്രോൾ അടിക്കാൻ ചില കമ്പനികളിൽ കാർഡ് ഉണ്ട്. ആ കാർഡ് വഴി ഇപ്പൊ ലോറി ഓണേഴ്സ് ഒക്കെ ആണെങ്കിൽ 10,000 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ 5,000 രൂപ ബാക്കി അതിനകത്ത് കിടക്കും. അപ്പൊ പല രീതിയിലുള്ള പേയ്മെന്റ് മെത്തേഡുകൾ വരുമ്പോൾ പണ്ട് നമ്മൾ ഒരാൾ ക്യാഷ് മേടിച്ച ക്യാഷിന്റെ കണക്ക് മാത്രം എഴുതിക്കൊണ്ടിരുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് കമ്പ്യൂട്ടറിലൂടെ നോക്കിയിട്ട് അത് ലോഗ് എടുക്കേണ്ട വരും, അത് അക്കൗണ്ട് ചെയ്യേണ്ട വരും. അങ്ങനെയുള്ള പലവിധ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഇത്ര ടെക് ഇല്ലാത്ത ഹോസ്പിറ്റൽ സംവിധാനമാണ് നമുക്ക് നിലനിന്നിരുന്നത്. അപ്പൊ ഇപ്പോൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഇടപെടേണ്ട വരും. അതിന്റെ അതായത് ഒരു പേഷ്യന്റ് വന്ന് ഹോസ്പിറ്റലിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ അയാൾ ഡിസ്ചാർജ് ആവുന്ന വരെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിന്റെ എല്ലാം ഏതെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ ഒരു കണികയായിട്ടെങ്കിലും നിങ്ങൾ മാറേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല. ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ്, പരിചരിക്കുന്ന നഴ്സുമാരാണ്, ഇതൊക്കെയാണെങ്കിലും സർജറി ചെയ്യുന്ന സർജൻ ആണെങ്കിലും ഇതിന്റെ എല്ലാം ഡയറക്റ്റ് നിങ്ങൾ സർജറി ചെയ്തില്ല എങ്കിലും, നിങ്ങൾ ഡോക്ടറും അല്ല എങ്കിലും, നിങ്ങൾ നേഴ്സും അല്ല എങ്കിലും, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിലെല്ലാം നിങ്ങൾ ഇടപെടേണ്ട വരും, മൾട്ടി ടാസ്ക് ചെയ്യേണ്ട വരും. അപ്പൊ അതുകൊണ്ട് പഠിച്ചത് മാത്രം ഉറപ്പിച്ച് ഉണ്ടാകണമെന്നില്ല. സോ എല്ലാം പഠിക്കണം, നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം. അതാണ് കറക്റ്റാണ്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ എന്റെ സിലബസിൽ ഇത് മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ, അതുകൊണ്ട് എനിക്കിത് മാത്രമേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത നമ്മൾ വെടിയണം. അത് ഇവിടെ മാത്രമല്ല, ഏത് ജോലിയിലായാലും നമ്മളിത് ചെയ്യേണ്ട വരും. ഇപ്പൊ സർക്കാർ ഓഫീസുകളിലെ ജോലി സുഖമാണെന്നാണോ നിങ്ങൾ വിചാരം? സർക്കാർ ഓഫീസുകളിലും എല്ലാം ഇത് തന്നെയാണ്. നമുക്ക് പണ്ടൊക്കെ ഒരേ ജോലി റിട്ടയർ ആവുന്നവരെ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ജോലികളും നമ്മൾ പഠിക്കണം, എല്ലാ ജോലികളും നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്നുകൂടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് ചെല്ലാൻ. മൾട്ടി ടാസ്കിങ് ഇല്ലാത്ത ഒരു മേഖലയും ഇപ്പൊ ഇല്ല. ഏത് മേഖലയിൽ ചെന്നാലും മൾട്ടി ടാസ്കിങ് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിച്ചത് അഡ്മിനിസ്ട്രേഷൻ സ്കില്ലുകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഫിനാൻസിലേക്ക് തിരിഞ്ഞു നോക്കില്ല, അല്ലെങ്കിൽ ബാക്കി ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ പല ഭാഗങ്ങളിലേക്കും എനിക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മനോഭാവം ഒരിക്കലും നിങ്ങൾ നർച്ചർ ചെയ്യരുത്. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ടേക്ക് യു എനിവെയർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലാസ്റ്റ് സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കുറച്ച് പോയിന്റുകൾ. ഇനി ഒരുപാട് പോയിന്റുകൾ ഉണ്ട്, പക്ഷെ അതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, പിന്നെ സമയം ഒരുപാട് വൈകും എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം, അത് ഞാൻ അധികം കാലമായില്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. എന്റെ പേര് ഷാരോൺ കെ മീരാൻ എന്നാണ്. അത് തിരിച്ചിട്ടാൽ എന്റെ ഇൻസ്റ്റാഗ്രാം ID കിട്ടും. ഞാൻ ടൈപ്പ് ചെയ്തിട്ടിരിക്കാം.
കെ മീരാൻ ഷാരോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അത് ഞാൻ എൻ്റെ പേജ് അധികം അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അത്യാവശ്യം മോട്ടിവേഷൻ വീഡിയോസും അതുപോലെ ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഞാൻ ആ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സമയം പോലെ എനിക്ക് യൂട്യൂബും ഇല്ല. യൂട്യൂബ് ഞാനൊരു ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പെർമിഷൻ സർക്കാരിൽ നിന്ന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിർത്തിയില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനത് അതും പോസ്റ്റ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഫുൾ ടൈം യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ ശ്രദ്ധിക്കാത്തത്. അപ്പോ അത് പിന്നെ വേണമെങ്കിൽ PM ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ഓർഗനൈസേഷന്റെ ഒരു ചാനലുണ്ട്. അതിൽ എന്റെ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ അതും അത്ര അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് ഞാൻ അടുത്തിടെയാണ് ഒരു 4-5 മാസങ്ങളായിട്ടുള്ളൂ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഒന്ന്, എനിക്ക് അധികം ഫോളോവേഴ്സും ഇല്ല, ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഉപകാരപ്രദമായ വീഡിയോസ് ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ മിഷൻ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് സ്മാർട്ട് ശ്രീ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം വഴിയാണ്. നല്ല മോട്ടിവേഷൻ ആയിരുന്നു ഗുഡ് ക്ലാസ്. നാളെ ക്ലാസ് എല്ലാം ആലോചിക്കുമ്പോൾ ഒരു വിഷമം. താങ്ക് യു ദീപ്തി, അതൊരു നല്ല ഇൻസ്പിറേഷൻ ആണ് എന്നെ സംബന്ധിച്ചും. എന്റെ ഒരു ഇത് തള്ളുന്നതാണ് കൂട്ടരുത്. ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിൽ ആ കുട്ടികളുമായിട്ടൊരു ആത്മബന്ധം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോ കോളേജുകളായാലും സ്കൂളുകളായാലും ഒക്കെ നമ്മൾ അങ്ങനെ, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ മസിൽ പിടുത്തമില്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നെ ഏത് ചെറിയ അംഗൻവാടി ക്ലാസ് എടുക്കാൻ വിളിച്ചാലും ഞാൻ പോകും. എന്നെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചാലും ഞാൻ പോകും. അതെന്റെ ഒരു രീതിയാണ്. ഞാൻ അങ്ങനെ കുറച്ച് സിമ്പിളായ ജീവിതത്തിൽ കാണുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതും. അപ്പൊ അതുകൊണ്ട് എന്റെ ആ ഒരു യാത്രയിൽ നിങ്ങളെയും കൂടെ കൂട്ടാൻ സാധിച്ചു എന്നുള്ളതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇത്രയും പേരെന്തായാലും ജെനുവിനായിട്ട് നമുക്കങ്ങ് നടത്തിയാലോ നാളെ കൂടെ കുഴപ്പമില്ല. നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് സ്മാർട്ട് ശ്രീയിലെ സാറായാലും മാഡം ആയാലും, സാറിനോട് പറഞ്ഞു നമ്മൾ ഇതേവരെ ഇങ്ങനെ ഒരു സെഷൻ പല ബാച്ചുകൾക്ക് നമ്മൾ പ്രോമിസ് ചെയ്തതാണ്. പക്ഷെ ഇതേവരെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞല്ലോ, ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ എന്തൊക്കെ ചെയ്താലും, എത്രയൊക്കെ നിങ്ങൾ ഇവിടെ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞാലും നമ്മളൊരു 1-to-1 ഐ കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് അതിന്റെ ഒരു പ്രോസ്പെരിറ്റി, അതിന്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് എത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നമുക്ക് എവിടെയെങ്കിലും കാണാം. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ഇടാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ശ്രീയുമായി ബന്ധപ്പെട്ട് സാറിനോ ആരെങ്കിലും ഒക്കെ ഫസ്റ്റ് ക്ലാസ് കയറാൻ പറ്റിയില്ല, അത് റെക്കോർഡഡ് ആണ് ഈ ക്ലാസ്സുകളെല്ലാം. നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ റിജോ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ റെക്കോർഡഡ് ലൈവ് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ ഇടുന്നതെന്ന് നിങ്ങൾ സ്മാർട്ട് ശ്രീ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് നോക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്മാർട്ട് ശ്രീയുമായി ബന്ധപ്പെട്ടോ സാറുമായി ബന്ധപ്പെട്ടോ ജയദേവ് സാറോ അല്ലെങ്കിൽ പ്രസീത മാമോ അല്ലെങ്കിൽ എന്നെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യോ. പിന്നെ അവിടുത്തെ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ജിഷ എന്ന് പറഞ്ഞൊരു മാം ഉണ്ട്. ജിഷ മാം ഞാനും വേറൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്, ജിഷ മാം ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അപ്പൊ ആ സ്കൂളിൽ വെച്ചാണ് ജിഷ മാം എന്നോട് പറയുന്നത് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ മോണ്ടിസോറി ട്രെയിനറാണ് ഞാൻ, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ട്രെയിനറാണ് ഞാൻ. അപ്പൊ സാറിന് അവിടെ ക്ലാസ് ചെയ്യാമെന്ന് ചോദിച്ചതിന്റെ ആ ഒരു കോളിലാണ് ഞാൻ ഇങ്ങോട്ട് എത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു. ഒത്തിരി നന്മകൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. ഞാൻ ഈ MRF എന്ന് പറയുന്ന ഒരു വലിയ ടയർ ബ്രാൻഡ് ഉണ്ട്. ആ MRF ഈ അടുത്തയിടെ ഒരു വലിയ സീരീസ് ഓഫ് ടയറുകൾ പുറത്തിറക്കി. SUV-കൾക്ക് വേണ്ടി ഓഫ് റോഡ് പോകുന്ന മഹീന്ദ്ര താർ പോലുള്ള ഒരു വണ്ടിയാണ്. ഞങ്ങളുടെ സാറ് പറയും മടി കൂടെ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത്. താങ്ക് യു. ഈ പറയുന്നതിനെല്ലാം ഒത്തിരി ഓർവെൽമിംഗ് ആണ്. ഞാൻ താങ്ക് യു രഹന. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇപ്പൊ ഈ സീനത്ത്, സഫീറ, അഖില, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സുമായിട്ട് കറക്റ്റ്. അനില, ശ്രീലേഖ, പ്രീതി, രഹന, ഞാൻ പേര് വായിച്ചാൽ മേഘ, ഇവരൊക്കെ എല്ലാ ദിവസവും ഇതിൽ കറക്റ്റായിട്ട് കമന്റ് ഇട്ട ആളുകളാണ്. അപ്പൊ MRF-ന്റെ ഒരു പരസ്യവാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരസ്യവാചകങ്ങൾ ഞാൻ കൗതുകത്തോട് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണെന്ന രീതിയിൽ ഞാൻ പല പരസ്യവാചകങ്ങളും പലരോടും പറയാറുണ്ട്. അപ്പോ അതില് MRF-ന്റെ വാണ്ടർ എന്ന് പറയുന്ന സീരീസ് ടയർ അടുത്തിടെ ലോഞ്ച് ചെയ്തപ്പോൾ അതേ പറഞ്ഞു, ഓഫ് റോഡ് പോകുന്ന വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കല്ലിലും മണ്ണിലും ചെളിയിലും കറങ്ങുന്ന ടയറുകളാണ്. The greatest victories are always planned on the podium of the previous, because the best ones are always next എന്നാണ് MRF പറഞ്ഞത്. അതായത് വരാനിരിക്കുന്ന വിജയങ്ങൾ വാർത്തപ്പെടുന്നത് കഴിഞ്ഞു പോയ വിജയങ്ങളുടെ പോഡിയത്തിലാണ്. പോഡിയം എന്ന് പറഞ്ഞാൽ പ്രസംഗ പീഠം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിനാണ് പോഡിയം എന്ന് പറയുന്നത്.
അപ്പോൾ വരാനിരിക്കുന്ന വിജയങ്ങൾ വാർക്കപ്പെടുന്നത് കഴിഞ്ഞു പോയ വിജയങ്ങളുടെ ഓഡിയത്തിലാണ്. അതുകൊണ്ട് വിജയങ്ങൾ ഒരു ശീലമാക്കുക, വിജയങ്ങളുടെ ലീഗിൽ നിങ്ങൾ ഉൾപ്പെടുക, വിജയികളുടെ ലീഗിൽ നിങ്ങൾ ഉൾപ്പെടുക എന്നാണ് MRF പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും, എങ്ങനെയൊക്കെ എവിടെയൊക്കെ നിങ്ങൾ ഈ നാടിന്റെ ഏത് കോണിലാണ് ജീവിക്കുന്നത് എങ്കിലും, ഈ ലോകത്തിന്റെ ഏത് കോണിലാണ് നിങ്ങളെങ്കിലും, ഈ രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ നന്മയെ, നിങ്ങളുടെ ഉള്ളിലെ ബെസ്റ്റിനെ നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മോട്ടിവേഷൻ ഒരു പരിധിയുണ്ട്, അത് തുറന്ന് സമ്മതിക്കുകയാണ്. എന്റെ കഴിഞ്ഞ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. മോട്ടിവേഷൻ നമ്മൾ എത്രയൊക്കെ തന്നാലും അതിനൊരു ഒരു 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 പരിധിയുണ്ട്. കൂടി വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10 അല്ലെങ്കിൽ 15 ദിവസത്തേക്ക് അതിന്റെ ഒരു വൈബ് നമ്മുടെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ബാക്കി നമ്മൾ തന്നെയായി മാറും. അതുകൊണ്ട് ബിലീവ് ദാറ്റ് മോട്ടിവേഷൻ ഒരു പരിധിയുണ്ട്. മോട്ടിവേഷൻ ട്രൂലി ഫെയ്ഡ്സ് ആൻഡ് വാട്ട് സ്റ്റേസ് ഈസ് യുവർ ഡിസിപ്ലിൻ ഹാർഡ് വർക്ക്. ഡിസിപ്ലിനായി നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ആയിരിക്കും നിങ്ങളെ സക്സസിലേക്ക് കൊണ്ടുപോവുക. സ്മാർട്ട് സറിയുടെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, സ്മാർട്ട് സറിയുടെ വെബ്സൈറ്റിൽ അവരൊരു വളരെ സുന്ദരമായ ഒരു വിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടതാണ്. സ്മാർട്ട് സറി ജയദേവ് സാറിന്റെ ഒക്കെ ഫോട്ടോയുടെ താഴെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സ്മാർട്ട് സറി എന്ന് എഴുതിയിട്ട്, വിസ്ഡം ബിഗിൻസ് വിത്ത് വണ്ടർ. വണ്ടറിലാണ്, കൗതുകത്തിലാണ് എന്ത് ഉദയം ചെയ്യുന്നത്? വിസ്ഡം എന്ന് പറയുന്ന, തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനം ഉദയം ചെയ്യുന്നത്. അതുകൊണ്ട് കൗതുകങ്ങളുള്ള മനുഷ്യരായി മാറുക. ഒരിക്കലും കൗതുകങ്ങൾ അസ്തമിക്കാതിരിക്കട്ടെ. ആ കൗതുകങ്ങളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ നാളെ വലിയ വിജയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. നല്ലൊരു സെഷൻ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയതിലുള്ള ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഐ എം ടോട്ടലി ഷുവർ ദാറ്റ് ഈ 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് അടിപൊളിയായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റട്ടെ. നമ്മുടെ പുതിയ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈബോട് കൂടി സെറ്റ് ആവാൻ, സിങ്ക് ആവാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ എവിടെ നിന്ന് വെച്ച് കാണാം. ബൈ. Thank you, sir. Thank you.